السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുവാനാവട്ടെ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ സംസാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ റമദാൻ എന്ന മാസം അത് നമ്മളിലേക്ക് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു മാസത്തെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും അതിൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട നോമ്പിനെ സംബന്ധിച്ചും വളരെയധികം കേട്ട് പരിചയിച്ച നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിന്റെ ഏറ്റവും പൂർണ്ണമായ ഉപകാരം നേടിയെടുക്കുന്ന ആളുകളായി നമ്മൾ ആയിത്തീരുവാൻ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ദീൻ ലക്ഷ്യം വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നവരാകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും, കേട്ടിട്ടുണ്ടാവുന്ന വിഷയങ്ങളായിരിക്കും. ഒരിക്കൽ കൂടെ ഓർമ്മ പുതുക്കുവാനും മറന്നുപോയത് വീണ്ടും ഓർമ്മിച്ചെടുക്കുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സംസാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംസാരത്തിലൂടെ ഇനി വരുന്ന ഈ റമദാൻ നമ്മൾക്ക് ഏറ്റവും അധികം ഉപകരിക്കുന്ന, അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുന്ന ആളുകളിൽ ആയിത്തീരുവാൻ ഈ ഒരു സംസാരം റബ്ബ് സുബ്ഹാനഹു വ തആല സബബാക്കി തീർക്കുമാറാവട്ടെ. നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് റമദാനിന് മുൻപേ പല കാര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. റമദാൻ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ട, മുൻപേ തയ്യാറാക്കി വെക്കേണ്ട പല കാര്യങ്ങളുണ്ട്. റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, റമദാനിന് ശേഷം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ ആരാണോ പൂർത്തീകരിക്കുന്നത് അവനാണ് ഈ റമദാനിൽ ഏറ്റവും വലിയ ലാഭം നേടിയവൻ. ശ്രദ്ധിക്കണേ, മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് റമദാനിന് മുമ്പ്, മറ്റൊന്ന് റമദാനിൽ, മൂന്നാമത്തെ റമദാനിന് ശേഷം. ഈ മൂന്ന് മേഖലയിലും ഏറ്റവും അധികം ഇനി പറയാൻ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിലും അത് ഏറ്റവും കൂടുതൽ ആരാണോ അവന്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ആർക്കാണോ സാധിച്ചത് അവനാണ് ഈ റമദാൻ കൊണ്ട് ഏറ്റവും വലിയ ലാഭം ലഭിച്ചത്. അപ്പൊ നമ്മൾക്ക് ഈ മൂന്ന് മേഖലകളിലും ഇനി പറയാൻ പോകുന്ന ഈ വിഷയങ്ങൾ നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാം. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടോ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നുള്ളത് പരിശോധിക്കുകയും നമ്മൾക്ക് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ആ മാറ്റങ്ങൾ വരുത്തുകയാണ് ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, റമദാൻ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ്, റമദാൻ നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൽ ഒന്നാമത്തെ കാര്യം, സലഫ് സാലിഹീങ്ങൾ റഹിമഹുമുല്ലാഹ് അവർ റമദാൻ ആകുന്നതിന് 6 മാസം മുമ്പ് തന്നെ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണമേ എന്ന പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. ഈ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കുകയും ആ റമദാനിൽ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും ആഫിയത്തോടുകൂടെ, മറ്റു രോഗങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഇബാദത്തുകളിൽ മുഴുക്കി അങ്ങനെ ഈ റമദാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും ആരുടെ കൈകളിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈകളിലാണ്. അവൻ സഹായിച്ചാലല്ലാതെ നമ്മൾക്കൊരു ഹറാം ഒഴിവാക്കാനോ ഒരു വാജിബ് പൂർത്തീകരിക്കാനോ സാധിക്കില്ല. അതാണ് നമ്മൾ എന്ത് പറയാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയോ കഴിവോ ഇല്ല. അത് നമുക്കില്ല, അത് ആർക്കുമില്ല, ഒരാൾക്കും ഇല്ല. അവൻ സഹായിച്ചാലല്ലാതെ നമ്മൾക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. റബ്ബിന്റെ സഹായം കിട്ടാനുള്ള ഏറ്റവും വലിയ വഴി എന്നുള്ളത് അവനോട് നേരിട്ട് ചോദിക്കലാണ്. ആ സഹായം അവനോട് നേരിട്ട് ചോദിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥിക്കുക, റമദാൻ നമ്മളിലേക്ക് എത്തിക്കുവാനും ആ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ കൊണ്ട് നിറയ്ക്കുവാനും ഒക്കെ നമ്മൾക്ക് സാധിക്കാൻ, അത് റബ്ബ് നമ്മൾക്ക് എളുപ്പമാക്കി തന്നാൽ നമുക്കത് എളുപ്പമാവും. റബ്ബ് നമ്മൾക്ക് എളുപ്പമാക്കിയിട്ടില്ലെങ്കിലോ നമ്മൾക്ക് ചിലപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും,
ചിലപ്പോൾ നല്ല ശക്തി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തിരക്കുകൾ ഒഴിഞ്ഞ ആളായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ എളുപ്പം അതുണ്ടായിക്കൊള്ളുന്നില്ല. റബ്ബ് എളുപ്പമാക്കിയാലല്ലാതെ എന്താവൂല, അത് എളുപ്പമാവുകയില്ല. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമ്മൾക്ക് എളുപ്പമാക്കിയാൽ ഒരു കാര്യം നമുക്ക് എളുപ്പമാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥന അധികരിപ്പിക്കാൻ. പ്രാർത്ഥന അധികരിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പിന്റെ ഒരു തുടക്കം കുറിക്കാം. മാനസികമായ തയ്യാറെടുപ്പിന്റെ ഒരു തുടക്കം കുറിക്കാം. പക്ഷെ ഈ തയ്യാറെടുപ്പുകൾക്ക് ഈ ഒരു ആവേശം മാത്രം പോരാ. നമ്മൾ ശ്രദ്ധിക്കണം, ദീനുൽ ഇസ്ലാം എന്നുള്ളത് ആവേശത്തിന്റെ ദീനല്ല. ദീനുൽ ഇസ്ലാമിൽ നമ്മൾ കുറെ താല്പര്യം കൊണ്ട്, ആവേശം കൊണ്ട്, എന്തെങ്കിലും കുറെ കഷ്ടപ്പെട്ടത് കൊണ്ടോ പ്രയത്നിച്ചത് കൊണ്ടോ ഈ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് റബ്ബിന്റെ അടുക്കൽ എന്തെങ്കിലും നേടാൻ സാധിക്കില്ല. അല്ലെ അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അള്ളാഹു എങ്ങനെയുള്ളവനാണ്? അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? നിങ്ങളെ പരീക്ഷിക്കാൻ. എന്തു പരീക്ഷിക്കാൻ? നിങ്ങളിൽ ഏറ്റവും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നവൻ ആരാണെന്ന് പരീക്ഷിക്കാൻ. ഏറ്റവും അക്സറു അമല എന്നാണോ പറയുന്നത്? ആണോ? ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്നവനാണോ? അല്ല. അക്ബറു അമല, ഏറ്റവും വലിയ അമൽ ചെയ്യുന്നവനാണോ? അല്ല. അഹ്സനു അമല, ഏറ്റവും നല്ല അമലായിരിക്കും. അപ്പൊ നമ്മൾ കുറെ പണിയെടുത്തു, കുറെ പരിശ്രമിച്ചു, കുറെ കഷ്ടപ്പെട്ടു, കുറെ വേർപ്പൊഴുക്കി, കുറെ ഓടി നടന്നു, കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ അടുക്കൽ നമുക്ക് ഉപകരിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കുറെ അങ്ങനെ ആകണം എന്നൊക്കെ ചിന്തകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, താല്പര്യമുണ്ട്. അത് മാത്രം പോരാ. ഉദ്ദേശം നന്നായാൽ മാത്രം ഈ ദീനിൽ നമുക്ക് എന്ത് ചെയ്യില്ല, പ്രതിഫലം കിട്ടുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചാൽ പോലെ, മുസ്ലിമീങ്ങളെ, തൗഹീദുള്ളവരെ, എന്നിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ അള്ളാഹു കൽപ്പിച്ചാൽ പോരെ? എന്തിനാ റസൂലിനെ അയച്ചത്? എന്തിനാ റസൂലിനെ അയച്ചത്? എങ്ങനെ ആ കാര്യം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് മാർഗം സ്വീകരിക്കണം, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം, ഇത് പഠിപ്പിച്ചു തരാൻ ആരയച്ചത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിപ്പിച്ചു തന്നത്, അത് മുന്നൊരുക്കങ്ങളായിട്ടാണെങ്കിലും ഒക്കെ അത് നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. നമ്മുടെ നിയ്യത്ത് മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചു തന്നത്? ഈ റമദാൻ ഉപകാരപ്പെടുത്താൻ എന്തൊക്കെ പഠിപ്പിച്ചു തന്നത്? ഏറ്റവും നമുക്കൊക്കെ കേട്ട് പരിചയിച്ചിട്ടുള്ള ഹദീസാണ് എന്ത്? മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത്, എങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം? അതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം. റമദാനിൽ നോമ്പെടുത്ത എല്ലാവർക്കും തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുമോ? ഇല്ല. ശ്രദ്ധിക്കണം, റമദാനിൽ നോമ്പെടുക്കുന്ന എല്ലാ നോമ്പുകാർക്കും തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്നില്ല. അതിന് 2 നിബന്ധനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ? ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കുക, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം ഉദ്ദേശിക്കുക, അതാണ് അവന്റെ ലക്ഷ്യം. പക്ഷെ അതെങ്ങനെയായിരിക്കണം? ഈമാനോടുകൂടെ. അവനിൽ ഈമാൻ ഉണ്ടാവണം. വെച്ചാൽ റമദാൻ ആകുന്നതിന് മുമ്പ് അവന്റെ ഈമാൻ ശരിയായ ഈമാൻ ആയിരിക്കണം. ഒരാളുടെ ഈമാൻ ശരിയല്ലെങ്കിൽ അവൻ റമദാനിൽ മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചാലും അവൻ എന്ത് ചെയ്യൂല? ആ പ്രതിഫലം കിട്ടൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ഒരു കണ്ടീഷനായിട്ട്, നിബന്ധനയായിട്ട്. ഈ നിബന്ധന ആരാണോ പാലിക്കുന്നത് അവൻ എന്ത് ചെയ്യും? അവനാ പ്രതിഫലം കിട്ടും. ഈമാനോടുകൂടെ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടും. അതിന്റെ അർത്ഥം എന്താ? ഈമാൻ ഇല്ലാത്തവൻ റമദാൻ നോമ്പ് അനുഷ്ഠിച്ചാൽ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുമോ? ഇല്ല. ഈമാൻ എന്നുള്ളത് കണ്ടീഷനാണ്. ഈമാൻ എന്നുള്ളത് അത് റമദാൻ നോമ്പിനെന്ന് മാത്രമല്ല, എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സ്വീകരിക്കപ്പെടാനുള്ള കണ്ടീഷനാണ് എന്ത്? ഈമാൻ എന്നുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും.
അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ റമദാനിൽ നോമ്പായിക്കോട്ടെ മറ്റേത് പ്രവർത്തനങ്ങളായിക്കോട്ടെ അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട, നമ്മൾ അതിന് മുന്നൊരുക്കമായിട്ട് ഏറ്റവും ആദ്യം ശരിയാക്കി വെക്കേണ്ട കാര്യമാണ് ഈമാൻ. ഏതുപോലെ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണം പറഞ്ഞത് ഏതുപോലെ അലം തറ കൈഫ വറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ, നല്ലൊരു മരം പോലെ, നല്ലൊരു മരം. ആ മരത്തിന്റെ പ്രത്യേകത എന്താ? അസ്ലുഹാ സാബിത്തുൻ, ആ മരത്തിന്റെ വേര് ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഫറഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ ആകാശം മുട്ടെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ, അത് അള്ളാഹു അതിന്റെ റബ്ബിന്റെ അനുമതി പ്രകാരം എല്ലാ സീസൺ, ഒരു പ്രത്യേക സീസണിന് വ്യത്യാസമില്ലാതെ എപ്പോഴും ഫലങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്ന നല്ലൊരു മരം. ഇതാണ് എന്ത്? ഈമാനിന്റെ ഉപമ. ഈ മരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? കൊമ്പാണോ, ഫലമാണോ, ഇലയാണോ, തണ്ടാണോ, തടിയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? വേരാണ്. ഏതുപോലെ? ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ പോലെ, വീടിന്റെ തറ പോലെ മരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ വേരാണ്. ഈ വീടിന്റെ തറ ശരിയാക്കാത്ത ഒരാൾ എത്ര നല്ല കട്ടകൾ കൊണ്ട്, ബ്ലോക്കുകൾ കൊണ്ട് വീട് കെട്ടിയാലും, എത്ര നല്ല സിമെന്റുകൾ ഉപയോഗിച്ചാലും ആ വീടിന് ഉറപ്പുണ്ടാവും? ഇല്ല. അതേപോലെ തന്നെയാണ് ഈമാൻ ശരിയാക്കാത്ത ഒരാൾ, അവൻ റമദാനിൽ നോമ്പെടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കുകയോ മറ്റുള്ള സ്വാലിഹായ പ്രവർത്തനങ്ങളും ചെയ്യുകയോ ചെയ്യും എന്നുള്ളത് എന്തുപോലെയാണ്? ഈ അടിത്തറ ശരിയാക്കാതെ, അടിസ്ഥാനം ശരിയാക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പോലെയാണ്. തറ കെട്ടാതെ വീട് പണിയുന്നത് പോലെയെന്ന് അർത്ഥം. അതൊരു ചീട്ട് കൊട്ടാരം പോലെ ആയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? ചെറിയൊരു കാറ്റോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനില്ലാത്ത ആളുകളുടെ പ്രവർത്തനം, ഈമാനില്ലാത്ത ആളുകൾക്ക് പ്രവർത്തനം ഉണ്ട്, അവർ പലതും ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ പറ്റി അള്ളാഹ് പഠിപ്പിച്ചെന്താ? വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലി ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. പറഞ്ഞു പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനില്ലാത്ത ആളുകളുടെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞതാണെന്ത്? നാം അവർ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് തിരിയും. അള്ളാഹ് പറയാം, ഖിയാമത്ത് നാളിൽ ഈമാനില്ലാത്ത ആളുകൾ അവരുടെ അമലുകൾ, വലിയ അമലുകളൊക്കെ ആയിരിക്കും അല്ലെ. സയന്റിസ്റ്റുകളുണ്ട്, സാമൂഹിക സേവകന്മാരുണ്ട്, മറ്റുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈമാൻ ഉണ്ടാവില്ല. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഓടി നടന്ന് പ്രവർത്തനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവും, ഈമാൻ ഉണ്ടാവില്ല. അവരവരുടെ പ്രവർത്തനങ്ങൾ, വലിയ നന്മകൾ, മലകൾ പോലുള്ള പ്രവർത്തനങ്ങളുമായി ഖിയാമത്ത് നാളിൽ വരും. അതുകൊണ്ടാണ് വരിക ഖിയാമത്ത് നാളിൽ. പർവ്വതം കണക്കെ അതിന് സമാനമായ സൽക്കർമ്മങ്ങളുമായി അവർ ഖിയാമത്ത് നാളിൽ വരും. അവർക്ക് ഈമാൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളുടെ സൽക്കർമ്മങ്ങളിലേക്ക് നാം തിരിയും. അല്ലാഹ് പറയാം, എന്നിട്ടോ ആ പ്രവർത്തനങ്ങളെ ചിതറിത്തെറിക്കുന്ന ധൂളികൾ പോലെ നാം ആക്കി തീർക്കും. വെയിലിങ്ങനെ അടിക്കുമ്പോൾ രാവിലെ നേരത്തൊക്കെ നടക്കുന്ന സമയത്ത് ചെറിയ പൊടിപടലങ്ങൾ പറക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മലകൾ പോലെ പർവ്വത സമാനമായ പ്രവർത്തനങ്ങളെ അള്ളാഹു ആക്കി തീർക്കും. എന്ന് വെച്ചാൽ അത് മീസാനിൽ കനം തൂങ്ങൂല. അവർക്കത് ആഖിറത്തിൽ റബ്ബിന്റെ അടുക്കൽ ഉപകാരപ്പെടൂല. അവരത് നരകത്തിന് രക്ഷപ്പെടുത്തുകയോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയോ ചെയ്യുകയില്ല. ഈമാൻ ഉണ്ടാവണം. ഈമാൻ ഉണ്ടെങ്കിലേ പ്രവർത്തിച്ചിട്ട് കാര്യമുള്ളൂ. ഈമാൻ ഇല്ലാത്തവന്റെ പ്രവർത്തനങ്ങൾ അതെന്ത് ചെയ്യുകയില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പൊ ഒരു ചോദ്യം വരും, എപ്പോഴാണ് നമ്മുടെ ഈമാൻ അത് ശരിയായ ഈമാനാവുക? അല്ലെ, നമ്മള് ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്, മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ആളുകളിലേക്കൊക്കെ നോക്കുമ്പോൾ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ പലതരത്തിലുള്ള ആളുകളാണ്. പലതരത്തിലുള്ള വിശ്വാസം വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതിലേത് ഈമാനാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ഇതിലെങ്ങനെ നടന്നാലാണ്, ഇതിലേത് കോലം സ്വീകരിച്ചാലാണ് എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹ് സ്വീകരിക്കുക? എല്ലാവരും എന്തു പറയുന്നുണ്ട്? ഞങ്ങൾ ഖുർആനാണ്, ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിശ്വാസം എന്നെല്ലാവരും പറയുന്നുണ്ട്. ആരെ സ്വീകരിക്കാം? കൂടുതൽ ആളുകളെ സ്വീകരിക്കാം, അല്ലെ? അല്ലെങ്കിൽ കൂടുതൽ പള്ളികളുള്ള ആളുകളെ സ്വീകരിക്കാം.
അല്ലെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ സ്ഥാനമാനങ്ങളുള്ള ആളുകളെ സ്വീകരിക്കാം. അങ്ങനെയാണോ? ഇതിനെന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? ഏതാണ് ശരിയായ വിശ്വാസം? നമ്മളിപ്പോ ഒരു സാധനം കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധനം 5 കിലോ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വിൽക്കുമ്പോൾ അത് 5 കിലോ തന്നെ ഉണ്ടോ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യാം? 5 കിലോന്റെ കട്ടയെടുക്കും, എന്നിട്ട് ത്രാസിന്റെ ഒരു ഭാഗത്ത് വെക്കും, മറ്റേ ഭാഗത്ത് നമ്മൾ വാങ്ങിക്കുന്ന സാധനം വെക്കും. എന്നിട്ട് ഒരേപോലെ തൂക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് 5 കിലോ ഉണ്ട്. ഇതേപോലെ നമുക്ക് നമ്മുടെ ഈമാൻ തൂക്കി നോക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാനദണ്ഡങ്ങൾ, തൂക്കുകട്ടകൾ ഉണ്ടോ? ഖുറാനോ ഹദീസുകളോ പഠിപ്പിച്ചു തരുന്നുണ്ടോ? അതോ നാട്ടുകാർ പറയുന്ന പോലെ പോയാൽ മതിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും നമുക്ക് മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അത് നമ്മളങ്ങനെ വെറുതെ വിട്ടേച്ചിരിക്കുകയാണോ? ഉണ്ടോ? എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? നിങ്ങൾക്കറിയോ? ഖുറാനിലെ ഏതെങ്കിലും ആയത്തുകളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഹദീസുകളിലോ നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസമാണോ അല്ലയോ, എന്തൊക്കെ കൂട്ടാനുണ്ട് കുറയ്ക്കാനുണ്ട് എന്ന് പരിശോധിക്കാനുള്ള എന്തെങ്കിലും മാനദണ്ഡം നിങ്ങൾക്കറിയോ? എന്താ മാനദണ്ഡം? ഏതായത്? അർത്ഥം ശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. പഠിച്ചു വെക്കേണ്ടതായിരുന്നു. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അല്ലാഹു സ്വഹാബത്തിനോട് പറയാം, സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ, അന്നത്തെ മുശ്രിക്കീങ്ങൾ, മറ്റ് അഹ്ലി കിതാബുകാർ, മറ്റുള്ള വിശ്വസിക്കാത്ത ആളുകൾ, അവരെല്ലാവരും ഉൾപ്പെടുത്തി അതിൽ നമ്മൾ പെടും. നമ്മൾക്കൊക്കെ അത് ബാധകമാണ്, എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സ്വഹാബത്തെ നിങ്ങളുടെ ഈമാൻ പോലെ അവരുടെ ഈമാൻ ആയി കഴിഞ്ഞാൽ അവർ ഹിദായത്തിലായി. ആരുടെ ഉറപ്പാണ്? അള്ളാഹുവിന്റെ ഉറപ്പാണ്. നമ്മൾ ഹിദായത്തിലായി എന്ന് അള്ളാഹു ഉറപ്പ് പറയുന്നത് എപ്പോ മാത്ര? നമ്മുടെ ഈമാൻ സ്വഹാബത്തിന്റെ ഈമാൻ പോലെ ആകുമ്പോഴാണ്. നമ്മുടെ ഈമാൻ നമ്മുടെ വീട്ടുകാരുടെ ഈമാൻ പോലെ ആയാൽ ആരും ഉറപ്പ് തരൂല, വീട്ടുകാർക്ക് പോലും ഉറപ്പില്ല. നമ്മുടെ ഈമാൻ നമ്മുടെ കുടുംബക്കാരുടെ പോലെ ഈമാൻ ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ വല്യുപ്പാന്റെ വല്യമ്മാന്റെ ഈമാൻ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ആർക്കും നമുക്ക് ആഖിറത്തിൽ ഒരു ഉറപ്പും നൽകാനില്ല. പക്ഷേ നമ്മുടെ ഈമാൻ സ്വഹാബത്തിന്റെ ഈമാൻ പോലെ ആയാൽ നമ്മൾ ഹിദായത്തിലാണെന്ന് ഉറപ്പ് തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? പിന്നെ ആരെ ബോധ്യപ്പെടുത്താനുള്ളത്? പിന്നെ ആരെ നമ്മൾ കുറ്റപ്പെടുത്തിയാൽ ഒറ്റപ്പെടുത്തി നമുക്ക് എന്താ പ്രയാസം ഉണ്ടാകാൻ എന്താ ഉള്ളത്? നമുക്കൊന്നുമില്ല. കാരണം നമുക്ക് ഉറപ്പ് വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ഹിദായത്തിലാണ് എന്ന് അല്ലാഹു ഉറപ്പ് തരികയാണ്. എങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ ഈമാൻ സ്വഹാബത്തിന് ഈമാൻ പോലാണെങ്കിൽ. അപ്പൊ നമ്മുടെ ഈമാൻ സ്വഹാബത്തിന് ഈമാൻ പോലാണ്. നമുക്ക് സ്വഹാബത്തിന് ഈമാൻ എടുത്തിട്ട് എന്ത് ചെയ്യാം? അതാണ് നമ്മുടെ തൂക്കുകട്ട, മീസാൻ. അത് നമ്മളെ ത്രാസിന്റെ ഒരു ഭാഗത്ത് വെക്കാം, എന്നിട്ട് നമ്മുടെ ഈമാൻ ത്രാസിന്റെ മറുഭാഗത്തും വെക്കാം, എന്നിട്ട് തൂക്കി നോക്കാം. അപ്പൊ മനസ്സിലാവും എന്തൊക്കെ കൂട്ടാനുണ്ട്, എന്തൊക്കെ കുറയ്ക്കാനുണ്ട്, എന്തൊക്കെ മാറ്റം വരുത്താനുണ്ട്, മനസ്സിലാവും. നമ്മളെന്താ ചെയ്യാറ്? നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്കുള്ള ഈമാൻ എന്താ? നമ്മുടെ വല്ലുമ്മയും വിശ്വസിച്ചു പോന്ന, വാപ്പയുമ്മയും ചെറുപ്പത്തിൽ പറഞ്ഞു പഠിപ്പിച്ച, നമ്മുടെ സമപ്രായക്കാരായ ആളുകൾ നമുക്ക് ചെവിയിൽ ഓതിത്തന്ന, മന്ത്രിച്ചു തന്ന ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളും പലതരത്തിൽ തെറ്റിദ്ധാരണകളും ഒക്കെ കലർന്ന, അതിൽ നെല്ലുണ്ടാവും, പതിരൊക്കെ ഉണ്ടാവും, ഹക്കും ബാത്തിലൊക്കെ ഉണ്ടാവും. ഇതിലേതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്ന് വേർതിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഈ മീസാൻ വേണം, അല്ലാതെ പറ്റൂല. നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ വിശ്വാസം ഇത് ശരിയായ വിശ്വാസമാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുണ്ട്. വെറുതെ അങ്ങ് ജനിച്ച പാടെ തന്നെ അതേ വിശ്വാസത്തിൽ അങ്ങനെ മരിച്ചു പോകാൻ നമുക്ക് പാടില്ല. നമുക്ക് ഉറപ്പ് വേണം, ഞാൻ ഇങ്ങനെ ഇപ്പൊ ഈ സമയത്ത് മരണപ്പെട്ടാൽ, എന്റെ അടുക്കൽ ഇപ്പോ മലക്കുൽ മൗത്ത് റൂഹ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അള്ളാഹു ഹിദായത്തിലാണെന്ന് പറഞ്ഞ ആളുകളിൽ ഞാൻ ഉൾപ്പെടും എന്ന ഉറപ്പോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതൊരു മുസ്ലിമിന്റെ ഏറ്റവും മിനിമം ക്വാളിറ്റിയാണ്. അങ്ങനെ നമുക്കാകാൻ ഉറപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഏതൊരു വിശ്വാസത്തിലായി വിട്ടേച്ചു പോയോ അതേ വിശ്വാസം അങ്ങനെ തന്നെ പൂർണ്ണമായും സ്വീകരിക്കുക, വിശ്വസിക്കുക. ഇതല്ലാതെ നമുക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്കാകാൻ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ മറ്റൊരു വഴിയില്ല.
അള്ളാഹ് ഒന്നല്ലേ ഉള്ളൂ, സ്വർഗം ഒന്നല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ അള്ളാഹിനെ തൃപ്തി കരസ്ഥമാക്കാനുള്ള വഴിയും ഒന്നല്ലേ ഉള്ളൂ, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴിയും ഒന്ന് തന്നെ ഉള്ളൂ, ഒരേ ഒരു വഴി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്ത് എന്ന് വെച്ചാൽ ഒരൊറ്റ വഴിയാണ്, രണ്ടില്ല, മൂന്നില്ല, നാലില്ല, ഒരേ ഒരു വഴി. ആ വഴി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് വിട്ടേച്ചു പോയ അതേ വഴി. അതുകൊണ്ടല്ല നമ്മൾ സഹാബത്തിനെ പറ്റി പറയുമ്പോൾ എന്താ പറയാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്താ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്താ തൃപ്തിപ്പെടാൻ കാരണം? മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചു കൊടുത്തോണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതൽ കൂടെ നടന്നതുകൊണ്ടാ? എന്താ തൃപ്തിപ്പെടാൻ കാരണം? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ആദർശത്തിലായതുകൊണ്ടാണ്. ആ ആദർശത്തിലേക്ക് നമ്മളുമായാൽ നമ്മളെയും അള്ളാഹു തൃപ്തിപ്പെടും. ഇതല്ലാതെ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ, നരകത്തിന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയില്ല. നമ്മൾ മനസ്സിലാക്കണം, വിഷയം വളരെ ഗൗരവമാണ്. നമുക്കിതല്ലാതെ നരകത്തിന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും ഇല്ല. അത് ഞാൻ പറയുന്നതോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ നേതാവ് പറയുന്നതോ അങ്ങനൊന്നുമല്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ കാര്യം കുറച്ചുകൂടി വ്യക്തമായി ഹദീസുകളിൽ. അതിൽപ്പെട്ടൊരു ഹദീസാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. നസാറാക്കൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാൻ ശ്രദ്ധിക്കണേ, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, എന്റെ ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത്, അന്ന് ഇത് പറയുമ്പോൾ പിരിഞ്ഞിട്ടില്ല, ഒന്നൊരൊറ്റ വിഭാഗമാണ്. എന്റെ ഈ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയുക തന്നെ ചെയ്യും. എന്നിട്ട് എന്താ പറഞ്ഞത്? നമ്മളെന്താ കണക്കാക്കിയത്? മുസ്ലിം ആയാൽ അൽഹംദുലില്ലാഹ്, പിന്നെ ഒന്നും പേടിക്കണ്ട, മരിക്കേണ്ട താമസം പിന്നെ സ്വർഗത്തിലാണ്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? കുല്ലുഹാ ഫിന്നാർ. അവരെല്ലാവരും, ജൂതന്മാരിൽ 71, നസാറാക്കൾ 72, മുസ്ലിമുകൾ 73 നരകത്തിലാണ്. ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ, ഒരു വിഭാഗം ഒഴികെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഒരു മാർഗ്ഗമേ ഉള്ളൂ നമുക്ക് അള്ളാഹിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകത്തിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ എന്ന് പഠിപ്പിച്ചിരുന്ന ഏതെങ്കിലും സംഘടന നേതാവല്ല, ഏതെങ്കിലും കക്ഷിയുടെ തലവനല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു മാർഗത്തിലേക്ക് ആയിത്തീരുക എന്നുള്ളത് നരകമോചനം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും നിർബന്ധമാണ്. ബാക്കിയുള്ള ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും നടക്കുന്ന ആളുകൾ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല, അവർ അവരുടെ ഹാലിന് പോയിക്കോട്ടെ. പക്ഷെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സാധുക്കളായ ആത്മാർത്ഥതയുള്ള ഒരുപാട് മുസ്ലിങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ കരുതിയിട്ടുള്ളത് മുസ്ലിം ആയാൽ മതി നരകത്തിന് രക്ഷപ്പെടാനാണ്. അവർക്ക് നമ്മളിത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. നമ്മളിത് അവർക്ക് പറഞ്ഞു കൊടുക്കാത്തിടത്തോളം അവർ നരകത്തിന് രക്ഷപ്പെട്ടവരാകൂല. അപ്പൊ ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഈമാൻ ആക്കി തീർക്കുക എന്നുള്ളത് നമ്മൾ റമദാനിന് മുമ്പേ ചെയ്തു തീർക്കേണ്ട കാര്യം. പക്ഷെ നമ്മുടെ ഈമാൻ സ്വഹാബത്തിന് ഈമാൻ പോലെ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റമദാനിൽ പ്രവേശിക്കുന്നത്. റമദാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം. എന്നാലേ നമുക്ക് നമ്മുടെ റമദാൻ നോമ്പും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉപകരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഈമാൻ സ്വഹാബത്തിന്റെ ഈമാൻ പോലെ ആക്കണമെങ്കിൽ നമുക്ക് സ്വഹാബത്തിന്റെ ഈമാൻ എന്താണെന്ന് പഠിക്കാതെ പറ്റുമോ? വെറുതെ ഇരുന്നാൽ പറ്റുമോ? ഏതെങ്കിലും ഒരു സ്വഹാബി വഴി കൂടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു, പ്രത്യേകിച്ച് പണിയില്ല. കാരണം എന്താ? ആ സ്വഹാബിയുടെ കൂടെ നടന്ന് കുറച്ചങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 4-5 ദിവസം ഒപ്പം കൂടിക്കഴിഞ്ഞാൽ ആ സ്വഹാബിയുടെ വിശ്വാസം എന്തൊക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പോ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ? ഏതെങ്കിലും സ്വഹാബി ഉണ്ടോ കാസർഗോഡ്? ഉണ്ടോ? നിങ്ങളെന്തായാലും ഉണ്ടത്. നമുക്ക് ദീൻ പഠിക്കുകയല്ലാതെ, ഈ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയല്ലാതെ, അല്ലെങ്കിൽ സഹാബത്തിന് നിലപാടുകൾ വിശദീകരിക്കുന്ന എന്തെങ്കിലും പഠന സംരംഭങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാതെ, ജനങ്ങളെ ഈ വിഷയം പറഞ്ഞ് ബോധവൽക്കരിക്കാതെ നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേറൊരു വഴിയില്ല. നമ്മളിത് റമദാന് മുമ്പ്
ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? നമ്മുടെ ഈമാൻ ശരിയാക്കുക എന്നുള്ളത്. ഈമാൻ ശരിയാക്കുക എന്നുള്ളത് ഇത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തേത് ദുആ, രണ്ടാമത്തേത് നമ്മുടെ ഈമാൻ സഹാബത്തിന്റെ പോലെ ആയിട്ടുണ്ടെന്ന് പരിശോധിക്കാം. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ റമദാനിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, നമ്മുടെ നോമ്പ് അത് ശരിയാകണമെങ്കിൽ നമുക്കറിയാം എന്തൊരു പ്രവർത്തനം. ഇപ്പൊ നിസ്കാരം നമുക്ക് ഇഷ്ടമുള്ള പോലെ നിസ്കരിച്ചാൽ അത് നിസ്കാരമായി പരിഗണിക്കപ്പെടൂ? ഇല്ല. അത് അതിൻ്റെതായി പഠിപ്പിക്കപ്പെട്ട ശുറൂത്തുകളും അർക്കാനുകളും വാജിബാത്തുകളൊക്കെ പാലിച്ച് ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ? ആ നിസ്കാരം റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുള്ളൂ. ഇതേപോലെ തന്നെ നോമ്പിനും ചില ശുറൂത്തുകളുണ്ട്, നോമ്പിനും വാജിബാത്തുകളുണ്ട്, നോമ്പിനും മുഹറമാത്തുകളുണ്ട്, നോമ്പിനും മുബ്തിലാത്തുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമുക്ക് പഠിക്കാതെ വേറെ നിവൃത്തിയില്ല. നിങ്ങൾ വിചാരിക്കണ്ട വെറുതെ അങ്ങ് സ്വർഗത്ത് പോകാൻ പറ്റും. നിങ്ങൾ ആരും വിചാരിക്കണ്ട. എല്ലാവരും ഒഴുകുന്ന ഒഴുക്കിൽ ഒപ്പം ഒഴുകിപ്പോയാൽ നാട്ടിലെല്ലാരും ഇങ്ങനെ ചെയ്യുന്നു. എന്റെ അവിടുത്തെ പള്ളിയിൽ എല്ലാവരും ഇങ്ങനെ നോമ്പെടുക്കും, അപ്പൊ ഞാനും ഇങ്ങനെ നോമ്പെടുക്കാം. അങ്ങനെ ചെയ്താൽ അത് ദീനാവൂല, റബ്ബ് സ്വീകരിക്കൂല. നമുക്ക് ഉറപ്പ് വേണം ഇതിങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് ഉറപ്പ് വേണമെങ്കിൽ നമ്മളത് പഠിക്കുക തന്നെ വേണം. വേറൊരു മാർഗവുമില്ല. നമുക്ക് പഠിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. പല വിധിവിലക്കുകളും ചിലപ്പോ ചെറിയ കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മളത് എന്ത് ചെയ്യും? പൂർണ്ണമായി നോമ്പിനെ തന്നെ ബാത്തിലാക്കി കളയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയാം, അതിന് വിധിവിലക്കുകളിലേക്ക് പൂർണ്ണമായിട്ടും കടക്കുന്നില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസ് എന്താണ്? മല്ലം യുബയ്യത്തി സിയാമ ഫലാ സിയാമ ലഹു. ആരാണോ തലേ ദിവസം വെച്ചാൽ ഫജ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നോമ്പിനെ പറ്റി നീയത്ത് കരുതാത്തത് അവൻ എന്തില്ല? നോമ്പില്ല. അവന് നോമ്പില്ല എന്ന് വെച്ചാൽ അത് റമദാന്റെ മാത്രം പ്രത്യേകത, ഫർദ് നോമ്പുകളുടെ മാത്രം പ്രത്യേകത. എന്നുവെച്ചാൽ തലേ ദിവസം എന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവൻ എന്തെന്ന് വേണം? ഇന്ന് റമദാൻ 1 അല്ലെങ്കിൽ ഇപ്പൊ ബാങ്ക് കൊടുത്താൽ ഇന്ന് നോമ്പെടുക്കണം എന്ന ബോധത്തോടു കൂടി ബാങ്ക് കൊടുക്കുന്ന സമയത്തിൽ പ്രവേശിക്കാത്ത ഒരാൾക്ക് നോമ്പില്ല, അവൻ നോമ്പെടുത്തിട്ട് കാര്യമില്ല. അവന്റെ നോമ്പ് എന്താവും? ബാത്തിലാവും. വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇത് മറ്റ് സുന്നത്ത് നോമ്പുകൾക്ക് ഇല്ല. സുന്നത്ത് നോമ്പുകളിൽ ഹദീസുകൾ കാണാം, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വീട്ടിലേക്ക് ദുഹാ സമയത്ത് എന്ന് വെച്ചാൽ രാവിലെ സൂര്യനെ കുറിച്ച് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്ത് ചെയ്യും? വീട്ടുകാരോട് ചോദിക്കും, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ, ഭക്ഷണം എന്തെങ്കിലും വീട്ടിലുണ്ടോ? വീട്ടുകാർ പറയും ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയും? എങ്കിൽ ഞാനെന്ന് നോമ്പുകാരനാണ്. അപ്പം മുതൽ എന്ത് ചെയ്യുന്നുള്ളൂ? നിയത്ത് വെക്കുന്നുള്ളൂ. പക്ഷെ അതെന്താണ്? അത് നോമ്പായി പരിഗണിക്കപ്പെടുന്നു. പക്ഷെ സുബഹി തൊട്ട് ആ സമയം വരെ ഒന്നും കഴിക്കരുത് കേട്ടോ, ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നിയത്ത് വെച്ചാൽ അവിടെ മുതൽ എന്താ പിന്നെ അങ്ങോട്ട് നോമ്പെടുക്കാൻ പറ്റും. പക്ഷെ ഫർദിന് അത് പറ്റൂല. ഫർദിന് എപ്പോ നിയത്ത് വേണം? ഏറ്റവും അവസാനത്തെ സംശയം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, ഏറ്റവും അവസാനത്തെ ആ സമയത്തെങ്കിലും ഇന്ന് ഇതാ ഈ ബാങ്ക് കൊടുത്താൽ എനിക്ക് നോമ്പാണ് എന്നുള്ള ബോധം ഒരാൾക്ക് വന്നിട്ടില്ല, അത് അയാളുടെ മനസ്സിൽ കടന്നു പോയിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല. അത് ഫർദ് നോമ്പിന്റെ പ്രത്യേകതയാണ്, റമദാൻ നോമ്പിന്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള ചെറിയ ചില നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയ നിസ്സാരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നഷ്ടം വലുതായിരിക്കും. നമ്മുടെ പ്രവർത്തനം മുഴുവൻ ബാത്തിലാക്കി കളയുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലത്തെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തുആമഹു വശറാബഹു. ആരാണോ നോമ്പ് കാലത്ത്, നോമ്പിന്റെ പകലിൽ, നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് വൃത്തികെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാത്തത്, ഒഴിവാക്കാത്തത്, അവൻ അവന്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതിലേക്ക് അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല. നബി പറയാം, നോമ്പ്, റമദാൻ നോമ്പിന് ഒരാൾ എന്ത് ചെയ്യണം? നോമ്പിന്റെ സമയത്ത് എന്തെങ്കിലും വൃത്തികേട്, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ വൃത്തികേട് വരാൻ പുറത്തെവിടെയും പോണ്ട, മൊബൈൽ എടുത്ത് തുറന്നാൽ മതി. അതിൽ സിനിമ വരും, മ്യൂസിക് വരും, അതുപോലെ തന്നെ റീൽസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ വരും, ഷോർട്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇതിലൂടെയൊക്കെ വരുന്ന ഹറാമുകൾ ഒരുത്തിന് നോമ്പ് കാലത്ത്, ആ നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് അവൻ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ അവന്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് ആവശ്യമില്ല. ആ നോമ്പ് അവന് വെറുതെ ആകുന്ന, പ്രതിഫലം കിട്ടൂല.
ഇന്ന് പല ആളുകളും നോമ്പിന്റെ വിശപ്പ് മറക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കാൻ വേണ്ടി ഓരോ ദിവസവും 2-3 സിനിമയെ കണ്ടു തീർക്കുന്ന ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഓരോ ദിവസം വെച്ച് അതൊക്കെ അവന്റെ നോമ്പിനെ പൂർണ്ണമായും ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഞാനിത് ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞത്. ഇത് ഒരുപാട് വിധിവിലക്കുകളുണ്ട്, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, അത് സമയമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള വിധിവിലക്കുകൾ കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കുകയും അങ്ങനെ ഇതും എന്താണ്, ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇതൊക്കെ ഞാൻ ചോദിക്കും, ഓരോന്ന് ഞാൻ ചോദിക്കും, എഴുതി വെക്കാത്തവരോടൊക്കെ ഞാൻ ചോദിക്കും. നാലാമത്തെ കാര്യം ശ്രദ്ധിക്കണേ, റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറെടുക്കേണ്ട, മുന്നൊരുങ്ങേണ്ട നാലാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള വൻപാപങ്ങൾ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീനിൽ തന്നെ ഏറ്റവും ഗൗരവമുള്ള തിന്മകൾ, ആ തിന്മകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ കൽബിനെ കഴുകിക്കളഞ്ഞ് വൃത്തിയായി അങ്ങനെ ഒരുങ്ങി തയ്യാറായി കുളിച്ച് സുന്ദരനായി നിൽക്കുന്ന ഒരു അതിഥി വരുമ്പോൾ അതേപോലെ വൻപാപങ്ങളിൽ നിന്ന് മുക്തനായി അതൊക്കെ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം, റെഡിയായി നിൽക്കണം. നാലാമത്തെ കാര്യം വൻപാപങ്ങൾ ഒഴിവാക്കാം. എന്താ വൻപാപങ്ങളുടെ പ്രശ്നം? എന്താ വൻപാപം എന്ന് പറഞ്ഞാൽ എന്താ വൻപാപം, എന്താ ചെറുപാപം? ദീനിൽ അങ്ങനെ വൻപാപം ചെറുപാപം അങ്ങനെ വ്യത്യാസമുണ്ടോ? എല്ലാം ഹറാം എന്നല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് മനസ്സിലാക്കി ഒരു ഹദീസ് പറഞ്ഞുതരാം. ഒരു ഹദീസും ആയത്തുകളൊക്കെ ഉണ്ട്. ഉദാഹരണം, ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ പഠിപ്പിച്ചിരുന്ന ഒരു ആയത്ത് ശ്രദ്ധിക്കണേ. അല്ലാഹു പറയണ, ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. അല്ലാഹു പറയാം, ഉറങ്ങിപ്പോണ്ട. ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു, നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ, ശ്രദ്ധിക്കണേ, നിങ്ങളെ തൊട്ട് വിലക്കപ്പെടുന്ന വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ എന്താ? നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ ബാക്കിയുള്ള തിന്മകൾ നാം എന്ത് ചെയ്യും, നിങ്ങൾക്ക് പുറത്തു തരും. അപ്പൊ ബാക്കിയുള്ള തിന്മകൾ ഏതാ? അതാണ് ചെറുപാപങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു തന്നെ വേർതിരിക്കുകയാണ് വൻപാപങ്ങളും ചെറുപാപങ്ങളും. അത് മാത്രല്ല, വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, നിങ്ങൾ ഏറ്റവും മാന്യമായ സ്ഥലത്തേക്ക് നാം പ്രവേശിപ്പിക്കുക. അതായത് ഏറ്റവും മാന്യമായ സ്ഥലം ഏതാ? സ്വർഗം. അപ്പൊ നമ്മൾക്ക് സ്വർഗത്ത് പോകാനും നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാനും ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. എന്താ? വൻപാപങ്ങൾ ഒഴിവാക്കാം. അപ്പൊ അടുത്ത ചോദ്യം, എന്താ വൻപാപം? വൻപാപം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് എങ്ങനെ വൻപാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമോ? ഇല്ല. എങ്ങനെയാണ് എന്താണ് വൻപാപം? എങ്ങനെയാണ് ഒരു തിന്മ അത് വൻപാപമാണോ അല്ലയോ തിരിച്ചറിയാൻ സാധിക്കുക? എങ്ങനെ സാധിക്കാം? നമ്മൾക്കറിയാം, ദീനിൽ മൊത്തത്തിൽ ഹറാമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാപങ്ങളാണ്, എല്ലാം തിന്മകളാണ്. ഇതിൽ ചില തിന്മകളെ അതിനൊരു പ്രത്യേകം ശിക്ഷ, അത് ചിലപ്പോൾ ദുനിയാവിലായിരിക്കാം, ചിലപ്പോൾ ആഖിറത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിനെ നമ്മിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവന് നരകത്തിൽ തീ കൊണ്ടുള്ള കടിഞ്ഞാണുണ്ട്, അല്ലെങ്കിൽ ആ ശിക്ഷയുണ്ട്. ഇങ്ങനെ ഓരോ പ്രത്യേകം എടുത്തു പറയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ടുള്ള തിന്മകൾക്കാണ് എന്ത് പറയാ? വൻപാപങ്ങൾ എന്ന് പറയാം. ഇങ്ങനെയുള്ള തിന്മകൾക്കാണ് വൻപാപങ്ങൾ എന്ന് പറയും. ഏതെങ്കിലും ഹദീസുകൾ അറിയാം അങ്ങനത്തെ? ഏതെങ്കിലും ഹദീസുകൾ, ആയത്തുകൾ അറിയോ? ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഒരിക്കലും കയറൂലാണെന്നാണ് അതിനർത്ഥം. അല്ല, അവൻ ഈമാൻ ഉണ്ടെങ്കിൽ കയറും, തൗഹീദ് ഉണ്ടെങ്കിൽ കയറും. അതിന്റെ അർത്ഥം എന്താ? ഏഷണി എന്നുള്ളത് വൻപാപത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഗീബത്തിനെ പറ്റി അല്ലാഹു എന്താ പറഞ്ഞത്? അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. ഗീബത്തിനെ പറ്റി അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ
ആ സഹോദരന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കോ, നിങ്ങൾക്കത് വെറുപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഗീബത്തിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് അതിനിങ്ങനെ അപകടമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ അതിനിപ്പോ കൈവെട്ടുക, മോഷ്ടിച്ചാൽ എന്ത് ചെയ്യും, കൈവെട്ടൽ അള്ള നിയമമാക്കിയിട്ടുണ്ട്. അപ്പൊ മോഷണം എന്നുള്ളത് എന്താ, വൻപാപാണ്. ഇങ്ങനെ പ്രത്യേകം ശിക്ഷകളോ അല്ലെങ്കിൽ ലാനത്തോ, അല്ലെങ്കിൽ നമ്മിൽപ്പെട്ടവൻ ലൈസ മിന്ന മല്ലം യുജില്ല കബീറന വയർഹം സഗീറന വയഅരിഫ് ലിആലിമിന ഹഖഹു, നമ്മളിൽപ്പെട്ട വലിയ മുതിർന്നവരെ ആദരിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മളിലെ ഉലമാക്കളുടെ ഹക്ക് മനസ്സിലാക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. അവൻ മുസ്ലിമേ അല്ല എന്നാണോ? അല്ല, അവന് തൗഹീദ് ഈമാനൊക്കെ ഉണ്ടെങ്കിൽ മുസ്ലിം തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? അതൊക്കെ വൻപാപങ്ങളിൽ പെട്ടതാണ്. അതൊക്കെ വൻപാപങ്ങളിൽ പെട്ടതാണ്. ഇങ്ങനെയുള്ള ഗൗരവം, മറ്റുള്ള ഹറാം, ഇതും ഹറാം തന്നെയാണ്, പക്ഷെ ഹറാമുകൾ കുറച്ചുകൂടി ഗൗരവമുള്ള ഹറാമുകൾ കുറച്ചുകൂടെ അതിനെയാണ് എന്ത് പറയാ, വൻപാപങ്ങൾ എന്ന് പറയാം. ഈ വൻപാപങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള തിന്മകൾ അള്ളാഹു നമുക്ക് പുറത്തു തരും. അള്ളാഹുവിന്റെ വാഗ്ദാനം, വൻപാപങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു നമുക്ക് പുറത്തു തരും. അതാണ് പറഞ്ഞത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ റമളാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൻ മുമ്പുള്ള തിന്മകൾ പൊറുപ്പിക്കപ്പെടുന്നു പറയുമ്പോൾ ഏത് തിന്മകളാണ് പൊറുപ്പിക്കപ്പെടുക? വൻപാപങ്ങളോ ചെറുപാപങ്ങളോ? ചെറുപാപങ്ങൾ. വൻപാപങ്ങൾ എന്താ പൊറുപ്പിക്കപ്പെടാത്തത്? വൻപാപങ്ങൾ അതിനെ പൊറുക്കാൻ എന്താ വഴി? എന്താ? തൗബ ചെയ്യാം. വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ തൗബ തന്നെ ചെയ്യാം. എന്നാൽ ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ തൗബ ചെയ്യാൻ നിർബന്ധമില്ല. അതെന്തൊക്കെ കൊണ്ട് പൊറുപ്പിക്കപ്പെടും? ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിആത്ത്. നന്മകൾ എന്ത് ചെയ്യും? തിന്മകളെ മായ്ച്ചു കളയും. ആ ആയത്തിറങ്ങുന്ന നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. ഒരാൾ നിസ്കരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? അവന്റെ വുളു എടുക്കുമ്പോൾ അവന്റെ കണ്ണുകൊണ്ട് ചെയ്ത ചെറുപാപങ്ങൾ എന്ത് ചെയ്യണം? മുഖം കഴുകുമ്പോൾ അതിലൂടെ ഒഴുകിക്കളയണം. അതുപോലെ തന്നെ കൈ കഴുകുമ്പോൾ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ ആ അവയവങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള ചെറുപാപങ്ങൾ അതിലൂടെ ഒഴുകിപ്പോവാണ്. എന്നിട്ട് ബാക്കിയാവുന്ന തിന്മകൾ, ചെറുപാപങ്ങൾ എന്ത് ചെയ്യും? നിസ്കാരത്തിലൂടെ എന്ത് ചെയ്യും? ഉറപ്പിക്കപ്പെടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞ എന്താ? നിങ്ങളുടെ മുന്നിൽ, വീട്ടിന്റെ മുന്നിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. ഒരാളുടെ വീട്ടിന് മുന്നിൽ ഒരു നല്ലൊരു നദി ഒതിച്ചൊഴുകുന്നുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളത്തിൽ. നിങ്ങളിൽ ഒരാൾ ആ നദിയിൽ ഒരു ദിവസം 5 നേരം ഇറങ്ങി കുളിക്കുന്നുണ്ട്. 5 നേരം. അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും തിന്മകൾ ബാക്കിയാകുമോ എന്ന് വിശ്വാസം ചോദിക്കാം. എന്നുവെച്ചാൽ ഈ നിസ്കാരം കൊണ്ട് ചെറുപാപങ്ങൾ എന്ത് ചെയ്യണം? പൊറുപ്പിക്കപ്പെടും. അതുപോലെ തന്നെ മുസീബത്തുകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ, അതുകൊണ്ട് എന്ത് ചെയ്യും? തിന്മകൾ പൊറുപ്പിക്കപ്പെടും. ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തും, ഹദീസിൽ പറഞ്ഞ ഹത്ത ശൗകത യുഷാഖുഹ, ഒരു മുള്ളു കുത്തുന്നത് പോലും അവന് കഫാറത്ത, തിന്മകൾ പൊറുപ്പിക്കപ്പെടും അവൻ ക്ഷമിച്ചാൽ, സുബ്ർ ചെയ്താൽ. എത്രത്തോളം! അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഏറ്റവും അധികം പരീക്ഷിക്കാരാ. നമ്മുടെ നാട്ടിൽ എന്താ പറയാ, ഒരാൾക്ക് അങ്ങേയറ്റ പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകളാണെങ്കിൽ അള്ളാഹു അവനെ കൈവിട്ടു എന്നാ പറയാം. അല്ലെ, കേട്ടിട്ടില്ല നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ. ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക അംബിയാക്കന്മാർക്കാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ ഏറ്റവും ഈമാനുള്ള ആളുകൾ, പിന്നെ ഏറ്റവും ഈമാനുള്ള ആളുകൾ. ഇത്രയും ശക്തമായ പരീക്ഷണം കൊണ്ട് എന്താ ഗുണം? എന്താ? തെറ്റുകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഈ പരീക്ഷണങ്ങൾ കൊണ്ട് പൊറുപ്പിക്കപ്പെടും. ഇനി തെറ്റുകൾ ഇല്ലെങ്കിലോ ഈ പരീക്ഷണങ്ങൾ ക്ഷമിച്ചത് അവന്റെ സ്വർഗത്തിലെ ദറജകൾ വർദ്ധിക്കാൻ കാരണമായിത്തീരും. ഖിയാമത്ത് നാളിൽ വിശ്വാസം പഠിപ്പിച്ചുതരാം. ഖിയാമത്ത് നാളിൽ ചില ആളുകൾക്ക് സ്വർഗത്തിൽ വലിയ പദവികൾ നൽകപ്പെടുന്നത് കാണുമ്പോൾ അവരത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കും. അപ്പൊ അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? അവരുടെ അമലുകൾ കൊണ്ടൊന്നല്ല, അവരുടെ ജീവിതത്തിൽ മുസീബത്തുകൾ കൊണ്ട് നിറഞ്ഞപ്പോ ആ മുസീബത്തുകളിൽ അവർ ക്ഷമിച്ച കാരണത്താൽ, സുബ്ർ ചെയ്ത കാരണത്താൽ. അപ്പൊ ഈ സ്വർഗവാസി ആഗ്രഹിക്കും, ദുനിയാവിൽ വെച്ച് എന്റെ തൊലി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനായി തീരുവാൻ, എന്റെ തൊലി ഈർച്ചവാളുകൊണ്ട് അത് പെറിച്ചെടുക്കുന്ന രൂപത്തിൽ, മുറിച്ചെടുക്കുന്ന രൂപത്തിൽ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിരുന്നെങ്കിൽ എന്നീ സ്വർഗവാസി ആഗ്രഹിച്ചു പോകും, ഇവന് കിട്ടുന്ന പ്രതിഫലത്തിന്റെ അളവ് കണ്ടിട്ട്. ഇങ്ങനെ കുറെ
എന്താ പറയാ ഗുണങ്ങൾ അല്ലെങ്കിൽ കുറെ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ നിശ്ചയിച്ചു. വേറെ ഒരുപാട് വഴികളുണ്ട്. വേറെ ഒരുപാട് നമ്മുടെ ദിക്റുകൾ ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മരം, ഉണങ്ങിയ മരം, ആ മരത്തിൽ ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഉണങ്ങിയ ഇലകൾ ഒരുപാട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ള വടി കൊണ്ട് എന്ത് ചെയ്യും? ഈ മരത്തിൽ ആഞ്ഞടിക്കും. അപ്പൊ ആ ഉണങ്ങിയ ഇലകളൊക്കെ എന്ത് ചെയ്യും? ആ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ 4 കലിമത്തുകൾ ഒരു അടിമയുടെ തെറ്റുകൾ ഇതുപോലെ ഇല്ലാതാക്കും. ഇതുപോലെ ഈ മരത്തിൽ നീ ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴും. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒരുപാട് വഴികൾ, ഞാൻ ഉദാഹരണമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്. അത് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരുപാട് വഴികൾ റഹ്മാൻ റഹീമായ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ വൻപാപങ്ങൾ അങ്ങനെയല്ല. വൻപാപങ്ങൾ എങ്ങനെ പൊറുപ്പിക്കപ്പെടുകയുള്ളൂ? തൗബ ചെയ്യണം. വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ തൗബ ചെയ്യണം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? നിങ്ങളിൽ ആരെങ്കിലും വൻപാപങ്ങൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനടക്കം ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. മലക്കിനെ ഇതുവരെ കണ്ടിട്ടില്ല. മലക്കുകൾ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യനായിരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? കുല്ലു ബനി ആദമ ഖത്താ. ആദമിന്റെ എല്ലാ മക്കളും അങ്ങേയറ്റം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങേയറ്റം തെറ്റ്. നബിമാര് മഅസൂമികളാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. ഇതിൽ അർത്ഥം എന്താ? അവർ വൻപാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ആളുകളാണ് നബിമാർ. നമ്മൾ മഅസൂമികളാണോ? ആണോ? അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾക്ക് വൻപാപങ്ങൾ സംഭവിക്കാം, ചെയ്യണം എന്നല്ല. ഇത് ലൈസൻസ് തരല്ല. ഉസ്താദ് ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. മറിച്ച് അത് പറ്റാം, സാധ്യത വളരെയധികം. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മാനുഷികമായിട്ടുള്ള ഒരുപാട് പോരായ്മ നമുക്കുണ്ട്. അറിവില്ലായ്മയുണ്ട്, അബദ്ധത്തിലുണ്ട്. ഇനിയിപ്പോ ദേഷ്യം അതിജയിക്കുമ്പോൾ, വികാരങ്ങൾ അതിജയിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും പല തിന്മകളും, അത് ചെറിയ തിന്മകളും വൻപാപങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ ഇങ്ങനെ വൻപാപങ്ങൾ ദിനേന എന്നോണം ആവർത്തിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട കാര്യമാണെന്ത്? എങ്ങനെ തൗബ ചെയ്യണം. എങ്ങനെ തൗബ ചെയ്യേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ തൗബയാവോ? തൗബ ശരിയായ തൗബയായി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു തൗബ ശരിയായ തൗബയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ കൊണ്ട് ഏത് തെറ്റും അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോ. ശരിയായ തൗബയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ കൊണ്ട് പുറത്തു തരാത്ത ഒരു തിന്മയില്ല, ഒന്നുമില്ല, ഒരു കാര്യമില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. തീർച്ചയായും അല്ലാഹു എല്ലാ തെറ്റുകളും പുറത്തുതരും. തൗബ ശരിയായ തൗബയാണെങ്കിൽ എല്ലാ തെറ്റുള്ള പുറത്തുതരും. ഒരു തെറ്റും അതിനൊഴിവല്ല, ഒന്നും. ശിർക്ക് പോലും. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ശിർക്ക് ചെയ്ത ഒരാൾ, ഒരു മുശ്രിക്ക് മരിക്കുന്നതിന് മുമ്പ് ശരിയായ തൗബ ചെയ്തിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ആ ശിർക്കും അള്ളാഹുവിന് പുറത്തു കൊടുക്കും. പിന്നെ എങ്ങനെ ബാക്കിയുള്ള തെറ്റുകൾ? അപ്പൊ നമ്മൾക്കിത് നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോകുന്നവരായിരിക്കെ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എങ്ങനെ തൗബ ചെയ്യണം. എങ്ങനെയാ തൗബ ചെയ്യേണ്ടത്? തൗബയുടെ രൂപം എങ്ങനെയാണ് നമ്മൾ പഠിക്കണം. അത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് അത് എനിക്കും നിങ്ങൾക്കൊക്കെ വളരെയധികം ജീവിതത്തിൽ ആവശ്യമായി വരുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. പറഞ്ഞു വന്നത്, ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് നബിയോ റസൂലോ ഒന്നും അല്ലാത്ത നമ്മളെപ്പോലത്തെ ഏതൊരാളും തെറ്റുകൾ പറ്റിപ്പോവാൻ അങ്ങേയറ്റം സാധ്യതയുള്ളവരാണെന്നിരിക്കെ നമ്മൾക്ക് നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുവാൻ, ഈ തെറ്റുകളുമായിട്ടല്ലാതെ റബ്ബിനെ കണ്ടുമുട്ടുവാൻ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അത്തായിബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹു. തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നവൻ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെ. തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നവൻ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
ആ തെറ്റിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ശിക്ഷിക്കപ്പെടൂല. പക്ഷെ പ്രശ്നം എന്താ? തൗബ ശരിയായ തൗബയാണ്. എപ്പോഴാണ് ഒരു തൗബ ശരിയായ തൗബയാവുക? 3 നിബന്ധനകളാണ്. 3 നിബന്ധന. ഈ 3 നിബന്ധനകളും ഒത്തുവരണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ തൗബ ശരിയാവില്ല. ഈ 3 നിബന്ധനകളും ഒത്തുവന്ന തൗബയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തിന്മയും പിന്നെ പൊറുപ്പിക്കപ്പെടാതെ ബാക്കി ഉണ്ടാവില്ല, എല്ലാം പൊറുപ്പിക്കപ്പെടും. ഒന്നാമത്തെ നിബന്ധന ഞാൻ ഇതൊക്കെ ചോദിക്കും, എഴുതി വെക്കാത്തതൊക്കെ ചോദിക്കും. ഒന്നാമത്തെ നിബന്ധന, ആ തെറ്റ് നിർത്തുക, തെറ്റ് അവസാനിപ്പിക്കുക. അത് തെറ്റാണെന്ന് മനസ്സിലായാൽ ആ തെറ്റിൽ നിന്ന് വിരമിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും തെറ്റിൽ തന്നെ തുടർന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അതെന്താവൂല, അത് തൗബയാകൂല. ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, തെറ്റ് പറ്റിപ്പോയതിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ വിഷമവും സങ്കടവും ഉണ്ടാവാം. പറ്റുമെങ്കിൽ അത് ആലോചിച്ച് കരയാൻ സാധിക്കെങ്കിൽ കരയാൻ. കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പുറത്തേക്ക് വരുത്താൻ നമ്മൾ പരിശ്രമിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരാൾ, അവൻ കറന്നെടുത്ത ബാൽ അതിന്റെ അകിടിലേക്ക് തിരിച്ച് മടങ്ങുവോളും എന്ത് ചെയ്യില്ല, നരകത്തിൽ പ്രവേശിക്കുകയില്ല. കറന്നെടുത്ത ബാല് അതിന്റെ അകിടിലേക്ക് തിരിച്ച് കയറുവോളം എന്ത് ചെയ്യില്ല, നരകത്തിൽ പ്രവേശിക്കുകയില്ല. എന്ന് വെച്ചാൽ ഒരാളുടെ തൗബ ശരിയാകുന്നതിന് രണ്ടാമത്തെ അടയാളാണ് എന്ത്? ആ തെറ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. ആ തെറ്റിലേക്ക് അവനെ എത്തിച്ച, അതിലേക്ക് അവനെ പ്രേരിപ്പിച്ച ആളുകളെ പറ്റി ചിന്തിക്കുമ്പോൾ അവരോട് ദേഷ്യം തോന്നാം. നേരെ മറിച്ച് ചില ആളുകൾ പഴയ കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഗതകാല സ്മരണകൾ അയവിറക്കി എന്നൊക്കെ പറഞ്ഞ് നൊസ്റ്റാൾജിയ, അങ്ങനെ ഒരു ചിന്താഗതി അവന്റെ കഴിഞ്ഞു പോയ കാലത്തെ പറ്റി, തിന്മകളെ പറ്റി ആലോചിക്കുമ്പോൾ വരുന്നുണ്ടെങ്കിൽ അവന്റെ തൗബ ശരിയായിട്ടില്ല, അത് തൗബയല്ല. ആ തെറ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമുണ്ടാവും, സങ്കടം ഉണ്ടാവും. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കരച്ചിൽ വരണം. അതിലേക്ക് നമ്മളെ എത്തിച്ച, നമ്മൾക്ക് അതിനെ പ്രേരിപ്പിച്ച, കൂട്ടുനിന്ന ആളുകളെ പറ്റി ചിന്തിക്കണം, അവരോട് ദേഷ്യം തോന്നാം. മൂന്നാമത്തെ നിബന്ധന, കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യില്ല, ആ തെറ്റിനെ ആവർത്തിക്കൂല എന്ന ഉറച്ച തീരുമാനം, സത്യസന്ധമായ ദൃഢനിശ്ചയം വേണം. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സിൽ സത്യസന്ധത റബ്ബിനറിയാം. ഈ ഒരു സത്യസന്ധത പരിപൂർണ്ണമാണെങ്കിൽ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്നത് പരിപൂർണമായിട്ടായിരിക്കും. ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല. ഇത്രയും കാലം ശൈത്താൻ എന്നെ അതും ഇതൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, എന്നെ തെറ്റിദ്ധരിപ്പിച്ചു, ആ തെറ്റിലേക്ക് വീഴ്ത്തിച്ചു. പക്ഷെ ഇനി എന്റെ ജീവിതത്തിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഞാൻ ഇനി ചെയ്യൂല. ഈ ഒരു ഉറച്ച തീരുമാനവും എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ നിബന്ധന. ഈ 3 നിബന്ധനകളും ഒത്തുവന്നാൽ എല്ലാ തെറ്റും, എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര കാലപ്പഴക്കമുള്ള തെറ്റാണെങ്കിലും ഒക്കെ, ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ ദീർഘിച്ചു പോകും. ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട 100 പേരെ കൊന്നവരുടെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്ഹാബുൽ ഉഖ്ദൂദ്, അള്ളാഹുൽ വിശ്വസിച്ചത് കാരണം ഒരു സമൂഹത്തെ മുഴുവൻ തീയിൽ ചുട്ടുകരിച്ച ഒരു സമൂഹത്തെ പറ്റി അള്ളാഹ് സൂറത്തുൽ ബുറൂജിൽ പറയുന്നത് സുമ്മലം യതൂബു, അവർ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അള്ളാഹ് ശിക്ഷിക്കുന്ന. ആരെ പറ്റി ഇത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സമൂഹം അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാരണത്താൽ മാത്രം അവരെങ്ങനെ വരിക്ക് നിർത്തിയിട്ട് തീയിലൊരു കുഴി ഉണ്ടാക്കുക, ഒരു വലിയൊരു ആഴത്തിലുള്ള കുഴി കുഴിച്ചിട്ട് അതിൽ തീ നിറയ്ക്കുക. എന്നിട്ട് ഈ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ വരിക്ക് നിർത്തി ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യണം, തീയിലേക്ക് തള്ളിവിട്ട് കരിച്ച് കത്തിച്ചു കൊല്ലുക. ഈ ആളുകളെ പറ്റി അള്ളാഹ് പറയുമ്പോൾ പറയണത് സുമ്മലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. ഈ ആളുകൾ തൗബ ചെയ്യാതിരുന്നാലേ അവർക്കെന്തുള്ളൂ, നരക ശിക്ഷയുള്ളൂ എന്ന് അള്ളാഹ് പറയുകയാണെങ്കിൽ പിന്നെ എന്ത് തെറ്റാണ് അള്ളാഹ് തൗബ ചെയ്താൽ പുറത്തു വരാത്തതായിട്ടുണ്ടാവുക? എന്ത് തെറ്റും, ഏത് തെറ്റും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്താൽ പുറത്തു തരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാലാമതൊരു നിബന്ധന. അത് ഈ 3 നിബന്ധനകൾ നമുക്കും റബ്ബിനും ഇടയിലുള്ള തെറ്റുകളാണെങ്കിൽ ഈ 3 നിബന്ധനകൾ മതി. പക്ഷെ റബ്ബിന്റെ പടപ്പുകളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നാലാമതൊരു നിബന്ധന കൂടിയുണ്ട്. എന്താണത്?
ആരോടാണോ ഏത് പടപ്പിനോടാണോ നമ്മളിൽ നിന്ന് തെറ്റ് വന്നു പോയത്, നമ്മൾ അവരോട് തെറ്റ് ചെയ്തു പോയത്, അവരിൽ നിന്ന് ആ തെറ്റിന്റെ വിഷയത്തിൽ നമ്മൾ പൊരുത്തം വാങ്ങിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരാളുടെ സമ്പത്ത് എന്ത് ചെയ്തു, നമ്മൾക്ക് അറിവില്ലാത്ത കാലത്ത് അവന്റെ സമ്പത്ത് നമുക്ക് അപഹരിക്കാൻ പറ്റിയ ഒരു തെറ്റായ ഒരു വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്തു, അവന്റെ കുറച്ച് സമ്പത്ത് നമ്മൾ അപഹരിച്ചു, നമ്മളത് കരസ്ഥമാക്കി. പിന്നീട് നമ്മൾ തൗബ ചെയ്യുമ്പോൾ ഈ അപഹരിച്ച സ്വത്ത് തിരിച്ച് ആ വ്യക്തിക്ക് കൊടുക്കാതെ നമ്മൾ റബ്ബിനോട് തൗബ ചെയ്താൽ റബ്ബ് ആ തെറ്റ് പുറത്തു തരൂല. പടപ്പുകൾ തമ്മിലുള്ളത് അത് പടപ്പുകൾ തമ്മിൽ തന്നെ തീർക്കണം. എന്നിട്ട് റബ്ബിനോട് എന്ത് ചെയ്യണം, തൗബ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരാളെ എന്തെങ്കിലും കുറ്റപ്പെടുത്തി, പരിഹസിച്ചു, കളിയാക്കി, അവന് മനസ്സിൽ വിഷമുണ്ടാക്കിയാൽ അത് അവനോട് തന്നെ എന്ത് ചെയ്യണം, അത് പറഞ്ഞ് ആ വിഷയത്തിൽ അവന് പൊരുത്തപ്പെടിക്കും. അതല്ലാത്തിടത്തോളം നമ്മൾ ആ വിഷയത്തിൽ റബ്ബിനോട് തൗബ ചെയ്താൽ റബ്ബ് ആ തൗബ സ്വീകരിക്കൂല. അത് സമ്പത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന വിഷയമോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന വിഷയമോ ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെ. ശരീരം നമ്മൾ അടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചാണെങ്കിൽ നമ്മൾ നിന്ന് കൊടുക്കണതാ. ഞാൻ അന്ന് നിങ്ങളെ ഉപദ്രവിച്ചത് അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് അങ്ങനെ അറിയാതെ പറ്റിപ്പോയതാ, എനിക്കതിൽ ഖേദമുണ്ട്, ഞാനതിൽ വിഷമിക്കുന്നുണ്ട്, എനിക്കതിൽ നിന്ന് തൗബ ചെയ്തതാണ്, ആ തെറ്റുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ പകരം വീട്ടിക്കൊള്ളാൻ നിന്ന് കൊടുക്കണം, നിർബന്ധമാണ്. അതല്ലാതെ റബ്ബാ തെറ്റ് പുറത്ത് തരൂല. പടപ്പുകൾ തമ്മിലുള്ള തെറ്റുകൾ അങ്ങനെയാണ്. റബ്ബ് അത് പടപ്പ് ആരോടാണോ തെറ്റ് ചെയ്തത് അവര് വിട്ടു തരാതെ റബ്ബ് അത് വിട്ടു തരികയില്ല. അത് ചെറിയൊരു വിഷയം പോലാണ്, ചെറിയ വിഷയം പോലാണെങ്കിൽ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യും, 2 ആടുകളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. ഈ ആടുകളിൽ കൊമ്പുള്ള ഒരാട് ദുനിയാവിൽ വെച്ച് കൊമ്പില്ലാത്ത ആടിനെ അന്യായമായി കുത്തിയിട്ടുണ്ട്. ഈ 2 ആടുകൾ അള്ളാഹു ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് കൊമ്പുള്ള ആടിനെ തിരിച്ചു കുത്തിയിട്ടേ അവര് പോലും മണ്ണാക്കി പൊടിയാക്കി മാറ്റപ്പെടുന്നുള്ളൂ. അതുപോലും അള്ളാഹ് വിട്ടുകൊടുക്കൂല. പടപ്പുകൾ തമ്മിലുള്ള വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിലേറ്റവും പേടിക്കേണ്ട വിഷയം നമ്മുടെ ഭാര്യമാരുടെ വിഷയം, ഏറ്റവും പേടിക്കേണ്ട വിഷയം അല്ലേ. നാട്ടുകാരോട് നമ്മൾ നല്ല പെരുമാറ്റമായിരിക്കും, തേനൂറുന്ന സ്വഭാവമായിരിക്കും, വളരെ നല്ല മാന്യനായിരിക്കും. ഏറ്റവും ആർക്കും നമ്മളെ പറ്റി ഒരു പരാതി ഉണ്ടാവില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, കൂട്ടുകാർക്കിടയിലോ നാട്ടുകാർക്കിടയിലോ കുടുംബക്കാർക്കിടയിലോ. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വളരെ മോശം. വീട്ടുകാർക്ക് നമ്മളെ പറ്റി പരാതി മാത്രമേ ഉള്ളൂ, വീട്ടുകാരൻ നമ്മളെ പറ്റി തൃപ്തനല്ല. അങ്ങനെയാണെങ്കിൽ അപകടമാണ്. ഇന്നിപ്പോ നമ്മൾ അവളുടെ അവൾ നമ്മുടെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ആയിരിക്കും, നമ്മുടെ പ്രിയതമ്മയായിരിക്കും, ഒക്കെ ശരി തന്നെ. പക്ഷെ നാളെ ഖിയാമത്ത് നാളിൽ അങ്ങനെ ആവൂല, സ്ഥിതി മാറും, വേറൊരവസ്ഥയായിരിക്കും. അന്ന് ഓരോരുത്തരും എന്തെങ്കിലും ഒരു തരി വേറൊരാളെന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടേ അവരടങ്ങുള്ളൂ. ആരായാലും, സ്വന്തം ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും മകനാണെങ്കിലും സഹോദരനാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു തരി വിട്ടുതരില്ല, ഒരാളും വിട്ടുതരില്ല. പടപ്പുകൾ തമ്മിലുള്ള വിഷയങ്ങളാണെങ്കിൽ അത് അവരിൽ നിന്ന് ആ വിഷയത്തിൽ പൊരുത്തപ്പെടണം. എത്ര ഭർത്താക്കന്മാരുണ്ട്, അവരിതുവരെയും പല ആളുകളോടും പൊരുത്തം വാങ്ങിച്ചിട്ടുണ്ടാവും, ഒരിക്കൽ പോലും അവരുടെ ഭാര്യ എന്ന് പൊരുത്തം ചോദിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ എത്ര ഭർത്താക്കന്മാരുണ്ട്. അവരുടെയൊക്കെ വിഷയം എത്ര അപകടത്തിലാണ്, അവരുടെയൊക്കെ പരലോകം എത്ര വലിയ, അല്ലാഹു അക്ബർ. അത് വലിയ ഗൗരവമുള്ള വിഷയം. ഖിയാറുക്കും ലിനിസാഇക്കും എന്ന് പഠിപ്പിച്ച റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവനാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങളുടെ കൂട്ടുകാരുടെ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവനല്ല, നാട്ടുകാരോടൊന്നല്ല, കുടുംബക്കാരോടൊന്നല്ല, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവൻ, അവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ തൗബ ചെയ്ത് വൻപാപങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ക്ലിയർ ആക്കി അങ്ങനെ നമ്മൾ ഒരുങ്ങി സജ്ജരായിരിക്കണം. അതാണ് 4-ാമത്തെ കാര്യം. ഇപ്പൊ വൻപാപങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വൻപാപങ്ങൾ പഠിക്കണം. വൻപാപങ്ങൾ എന്തൊക്കെയാണ് പഠിക്കണം.
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വൻപാപങ്ങൾ എന്നുള്ളത് ഒരിക്കലും എന്തല്ല പല ആളുകളും കരുതിയിട്ടുള്ളത് പോലെ 7 എണ്ണമല്ല. വൻപാപങ്ങൾ എന്നുള്ളത് 7 എണ്ണമല്ല. പലരും വിചാരിച്ചിട്ടുള്ളത് വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് 7 എണ്ണം നബിസ്വല്ലല്ലാഹു പ്രത്യേകം എണ്ണി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. അതിന്റെ അർത്ഥം എന്തല്ല, വൻപാപങ്ങൾ എന്നുള്ളത് 7 എണ്ണം മാത്രമേ എന്നില്ല. 7 എണ്ണം മാത്രമേ ഉള്ളൂ. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വൻപാപങ്ങൾ ദീനുൽ ഇസ്ലാമിൽ 700-ൽ പരമുണ്ട്. വൻപാപങ്ങൾ ദീനുൽ ഇസ്ലാമിൽ 700-ൽ പരം വൻപാപങ്ങളുണ്ട്. ഇതെല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വരുന്ന വൻപാപങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം. അത് നമുക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫായിട്ട് കടന്നു വരുന്ന, അതിൽ കണക്റ്റഡ് ആവുന്ന ഒരുപാട് വൻപാപങ്ങൾ ഉണ്ടാവും. അതെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കണം. നിങ്ങൾ ചോദിക്കണം, ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും. ഇപ്പൊ ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി മാത്രം പറയാം, കച്ചവടക്കാരായിരിക്കുമല്ലോ അധികം ആളുകൾ. കച്ചവടത്തിൽ ഹറാമായിട്ടുള്ള പല കച്ചവടങ്ങളും വൻപാപത്തിന് ഇനത്തിൽപ്പെടുന്നതാണ്. ഹറാമായിട്ടുള്ള കച്ചവടങ്ങൾ വൻപാപത്തിൽ പെടുന്നതാണ്. ഇപ്പോ സിഗരറ്റ്, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ. എത്ര ചെറിയൊരു പെട്ടിക്കടയാണെങ്കിലും ഇതില്ലാത്ത പെട്ടിക്കട കാണാൻ സാധിക്കും. ചെറിയൊരു കടയിരിക്കും, എന്തെങ്കിലും മുട്ടായികളോ ചെറിയ ചെറിയ സാധനങ്ങളോ കിട്ടുന്ന ചെറിയൊരു കടയിൽ പോലും ഇതില്ലാത്ത കടകൾ മുസ്ലിമീങ്ങളുടെ പോലുമില്ല. അത് വിൽക്കുന്നത് വൻപാപമാണ്. അതുപോലെ തന്നെ പാത്രക്കടകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് മുസ്ലിമിന്റെ പാത്രക്കടയാണെങ്കിൽ നിലവിളക്കില്ലാത്ത ഏത് പാത്രക്കടയുള്ളത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പാത്രക്കട കണ്ടിട്ടുണ്ടോ? നിലവിളക്കില്ലാത്ത പാത്രക്കട. നിലവിളക്ക് വിൽക്കുന്നത് വൻപാപത്തിൽപ്പെട്ട. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വൻപാപങ്ങളെ പറ്റിയെങ്കിലും നമ്മൾ ബോധവാന്മാരായിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അത് നമുക്ക് ശിക്ഷ കിട്ടുന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഈ ഇബാദത്തുകളെയും ബാധിക്കും. റമദാനെ അതെന്ത് ചെയ്യും? ബാധിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് എന്താ? അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ ജുതുനിബത്തിൽ കബായിർ. ശ്രദ്ധിക്കണേ, 5 നേരത്തെ നിസ്കാരം, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരേക്കും, ഒരു റമദാൻ അടുത്ത റമദാൻ വരേക്കും, അവയ്ക്കിടയിലുള്ളതിനെല്ലാം പൊറുപ്പിക്കുന്നതാണ് ഒരാൾ വൻപാപങ്ങൾ ഉപേക്ഷിച്ചാൽ. ശ്രദ്ധിക്കണം, ഒരാൾ വൻപാപം ഉപേക്ഷിച്ചാൽ, ഒരാൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ജുമായിൽ പങ്കെടുക്കുന്നുണ്ട്, റമദാൻ നോമ്പെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യങ്ങൾ, ഇപ്പൊ നിസ്കാരം, സുബഹി നിസ്കാരം മുതൽ ളുഹർ നിസ്കാരം വരെ ഒരാൾ വൻപാപം ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ ഈ സുബഹി നിസ്കാരവും ളുഹർ നിസ്കാരവും കാരണത്താൽ എന്ത് ചെയ്യും? ഈ സുബഹിനും ളുഹറിനും ഇടയിൽ പറ്റിയ ചെറുപാപങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ 2 നിസ്കാരങ്ങൾ കൊണ്ട് അവന് പൊറുപ്പിക്കപ്പെടും. ഈ 2 നിസ്കാരങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? അത് പൊറുപ്പിക്കപ്പെടും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ റമദാൻ എന്നുള്ള ഇബാദത്ത് നമ്മൾക്ക് അതിന്റെ ശരിയായ ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ വൻപാപങ്ങൾ ഒഴിവാക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ തൗബ ചെയ്ത് മടങ്ങണം. എന്തായാലും നമ്മളിൽ ഉണ്ടാവും. മനുഷ്യരാണ്, മാനുഷികമാണ്. തെറ്റ് പറ്റുന്നതുകൊണ്ട് നമ്മൾ മോശക്കാരാവുന്നില്ല. തെറ്റ് പറ്റുന്നതുകൊണ്ടോ വൻപാപം പറ്റുന്നതുകൊണ്ടോ നമ്മൾ ഒരിക്കലും മോശക്കാരനാകുന്നില്ല, നരകക്കാരനാകുന്നില്ല, അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് അകന്നു പോകുന്നില്ല. തെറ്റ് പറ്റി അതിന് തൗബ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ പ്രശ്നക്കാരനാവുന്നത്. ആദം അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ ഉപ്പാന്റെ ചരിത്രം. ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായ 2 വ്യക്തികൾ, 2 വ്യത്യസ്ത അവസ്ഥയിലേക്ക് ആയിപ്പോയ 2 ആളുകൾ. ഒന്ന് ആദം അലൈഹിസ്സലാം, മറ്റൊന്ന് ഇബ്ലീസും. നിങ്ങൾ ശരിക്കും പഠിച്ചാൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കുന്ന കാര്യമാണെന്ത്? 2 പേരും അള്ളാഹുവിനെ ധിക്കരിച്ചവരാണ്. അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടില്ല? 2 പേരും അള്ളാഹുവിനെ ധിക്കരിച്ചവരാണ്. ഇബ്ലീസിനോട് അള്ളാഹു ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്തില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചു. ആദം അലൈഹിസ്സലാമോട് ആ പഴത്തിൽ നിന്ന് കഴിക്കരുതെന്ന് കൽപ്പിച്ചു, ആദം അലൈഹിസ്സലാം കഴിച്ചു. 2 പേര് അള്ളാഹുവിനെ ധിക്കരിച്ചു. പക്ഷെ 2 പേരുടെയും പരിണാമം, അവസാനത്തെ അവസ്ഥ എന്തായിരുന്നു? പര്യവസാനം എന്തായിരുന്നു? ഒരാൾ അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട ഒരാളായി തീർന്നു. ഒരാൾ റജീമായ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി തീർന്നു. എന്താണ് വ്യത്യാസം എന്തുണ്ടായത്? എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെയും മറ്റൊരാൾ അങ്ങനെയുമായി തീർന്നത്? എന്താ അതിനുള്ള കാരണം? എന്താ കാരണം? ആദം അലൈഹിസ്സലാം തൗബ ചെയ്തു. ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ
വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ആദം അലൈഹിസ്സലാമിയുടെയും ഹവ്വ അലൈഹിസ്സലാമിന്റെ തൗബ അള്ളാഹു ഖുർആനിൽ അങ്ങനെ തന്നെ ആയത്ത് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ തെറ്റ് പറ്റുക എന്നുള്ളത് എല്ലാവർക്കും പറ്റും. പറ്റണം എന്നല്ല, പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷെ പറ്റിക്കഴിഞ്ഞാൽ തൗബ ചെയ്യാം. വീണ്ടും പറ്റിയാൽ എന്താ ചെയ്യേണ്ടത്? വീണ്ടും തൗബ ചെയ്യാം. പിന്നെയും പറ്റിയാലോ? പിന്നെയും തൗബ ചെയ്യാം. അതേ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിച്ചാലോ? വീണ്ടും തൗബ ചെയ്യും. എത്ര കാലം? മരിക്കും വരെ. മരിക്കും വരേക്കും നമ്മൾക്ക് തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. റബ്ബിനോട് നമ്മൾ പൂർത്തീകരിക്കേണ്ട നിർബന്ധ ബാധ്യതയാണ്. നമ്മൾ തൗബ ചെയ്യുന്നിടത്തോളം റബ്ബ് നമുക്ക് പുറത്തു വന്നുകൊണ്ടേയിരിക്കും. തൗബ ചെയ്യുന്നിടത്തോളം അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഇബ്ലീസും തമ്മിലുള്ള സംഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് ഹദീസിൽ ശ്രദ്ധിക്കണം. വളരെ ഗുണപാടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് പറയണം, അള്ളാഹുവേ, ഞാൻ നിന്റെ അടിമകൾ എന്ത് ചെയ്യും? പലതരത്തിൽ, പല രൂപത്തിൽ, പല വഴികളിലൂടെ അവരെ തെറ്റുകളിലേക്ക് വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. നിന്റെ പ്രതാപമാണേ സത്യം, ഞാൻ അവരെ തെറ്റുകളിൽ വീഴ്ത്തിക്കൊണ്ടേയിരിക്കും എന്ന് ഇബ്ലീസ് റബ്ബിനോട് സത്യം ചെയ്ത് പ്രതിജ്ഞ പറയുമ്പോൾ അള്ളാഹ് തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്, എന്റെ പ്രതാപമാണേ സത്യം, തെറ്റുകൾ അവർ പുറത്തു തരാൻ എന്നോട് ചോദിക്കുന്നിടത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ വാക്കാണ്. തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യാം. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് നിർബന്ധം. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഒന്ന് പറഞ്ഞേ, എഴുതാത്ത ആള്. 4 കാര്യങ്ങൾ പറഞ്ഞു. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ ചെയ്യണം പറഞ്ഞു. ഒന്നാമത്തെ എന്താ? ദുആ ചെയ്യുക, റബ്ബിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. രണ്ടാമത്തേത് നമ്മുടെ ഈമാൻ സഹാബത്തിന്റെ ഈമാൻ പോലെ ആക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് നോമ്പിന്റെ വിധിവിലക്കുകൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക. നാലാമത്തേത് വൻപാപങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇതാണ് 4 കാര്യങ്ങൾ. ഇത് റമളാനിന് മുമ്പുള്ള, ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം, റമളാനിന് മുമ്പുള്ള 4 കാര്യങ്ങൾ. ഇനി റമളാനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. റമളാനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. റമളാനിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ പ്രതിഫലം ഏത് സമയത്ത് ചെയ്യുമ്പോണ്ട്? റമളാന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. സാധാരണഗതിയിൽ നമ്മൾ ഓതുന്ന ഓത്തിന് ഉള്ള പ്രതിഫലത്തേക്കാൾ റമളാൻ സമയത്ത് നമ്മൾ ഓതുന്ന ഓത്തിന് പ്രതിഫലം കൂടുതലുണ്ട്, കൂടുതൽ പ്രതിഫലമുണ്ട്. സാധാരണ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തെക്കാൾ കൂടുതൽ പ്രതിഫലം റമളാനിൽ നിസ്കരിക്കുമ്പോണ്ട്. ഈ ഒരു അടിസ്ഥാന ബോധ്യം ഉണ്ടാവുക എന്നുള്ള ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. എന്ന് വെച്ചാൽ റമളാൻ എന്നുള്ളത് നമ്മൾക്ക് ഉറങ്ങിയും അങ്ങാടിയിൽ കറങ്ങിയും സമയം തീർക്കാനുള്ള ഒരു സമയമല്ല. പരമാവധി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ റമളാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി എന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല റമളാന്റെ പ്രതിഫലം. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ? കുല്ലു അമലി ബിനി ആദമ ലഹു, ആദമിന്റെ മകന്, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്. ഇല്ല സൗം, നോമ്പൊഴിച്ച്. ഫഇന്നഹു ലി, അത് എനിക്കുള്ളതാണ്. അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. ബാക്കിയുള്ള നല്ല പ്രതിഫലം അള്ളയല്ലേ പ്രതിഫലം നൽകുക ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക്. എന്തുകൊണ്ട് നോമ്പിന് അങ്ങനെ പറയാൻ കാരണം എന്താ? നോമ്പിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അല്ലെ? ഒരു സഹാബി പറഞ്ഞ അലൈക ബിസ്സൗം, നീ നോമ്പിനെ മുറുകെ പിടിക്കുക. ഫഇന്നഹു ലാ ഇദ്ല ലഹു, അതിനൊന്നും പകരാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നോമ്പ് നമ്മൾ ഈ റമളാൻ ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബി, 2 സഹാബിമാർ കൂട്ടുകാരാണ്, ശ്രദ്ധിക്കണേ. 2 സഹാബിമാർ കൂട്ടുകാരാണ്. ഇവരിൽ ഒരാൾ എന്ത് ചെയ്തു?
ഒരു വർഷം, ഈ വർഷം ഷഹീദായി മരണപ്പെട്ടു, ഒരു വർഷം ഷഹീദായി മരണപ്പെട്ടു. തൊട്ടടുത്ത വർഷം ഈ കൂട്ടുകാരൻ എന്ത് ചെയ്തു? സാധാരണഗതിയിൽ ആളുകൾ മരിക്കുന്നതുപോലെ മരണപ്പെട്ടു, ഷഹീദൊന്നും അല്ലാതെ മരണപ്പെട്ടു. ഇവർ രണ്ടുപേരുടെയും കൂട്ടുകാരനായ മൂന്നാമത്തെ ഒരു വ്യക്തി ഇവര് രണ്ടുപേരെയും സ്വപ്നം കാണാം. സ്വപ്നത്തിൽ ഇവർ രണ്ടുപേരും സ്വർഗത്തിലാണ്. പക്ഷെ പ്രശ്നം എന്താ? ഷഹീദിനേക്കാൾ കൂടുതൽ വലിയ ദറജയിൽ ആരാ ഉള്ളത്? അടുത്ത വർഷം മരണപ്പെട്ട കൂട്ടുകാരനാണ് ഷഹീദിന്റെ പദവിനേക്കാൾ മുകളിൽ പദവി. ഇത് ആർക്ക് സംശയമായി? സ്വപ്നം കണ്ട സ്വഹാബിക്ക് സംശയം. സ്വപ്നം എന്ത് ശരിയാകാൻ തെറ്റാകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതെന്താണ്, ശരിയായ സ്വപ്നമാണോ, നമുക്കിതിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, അത് ശരിക്കും ഉള്ള സ്വപ്നം തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉള്ള സ്വപ്നം തന്നെയാണ്. അപ്പൊ ഈ സഹാബി ചോദിക്കുന്ന സഹാബിന്റെ സംശയം എന്താ? ഷഹീദായി മരണപ്പെട്ട നമുക്കറിയാം, ഷഹീദിന്റെ പദവി നമുക്കറിയാം, ശുഹദാക്കളുടെ പദവി നമുക്കറിയാം. ആ വ്യക്തിയേക്കാളും ഉയർന്ന പദവിയിൽ ആരുള്ളത്? തൊട്ടടുത്ത വർഷത്തിൽ മരണപ്പെട്ട സഹാബിയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, അതിലെന്താ അത്ഭുതപ്പെടാൻ? ആ വർഷത്തിൽ അവൻ ഇത്രയും ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരം നിസ്കരിച്ചിട്ടില്ലേ, ഒരുപാട് ജുമകളിൽ പങ്കെടുത്തിട്ടില്ലേ, ആ വർഷത്തിൽ റമദാൻ ഉണ്ടായിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഒരൊറ്റ റമദാൻ മതി ഷഹീദിനേക്കാൾ വലിയ പദവിയിലേക്ക് എത്താൻ. ഒരൊറ്റ റമദാൻ മതി ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ. ഈ ഒരു ബോധം നമുക്ക് വേണം. എന്നാൽ ഈ റമദാൻ നമുക്ക് കിട്ടിയിട്ട് ചിലരെന്താ, റമദാനിൽ വേറൊരു മാറ്റവും ഉണ്ടാവില്ല, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല എന്നല്ലാതെ റമദാനിൽ വേറൊരു മാറ്റും, ഇബാദത്തുകൾ ഒന്നിലും വർധനമില്ലാത്ത ചില ആൾക്കാരുണ്ട്. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ഹറാമുകളൊന്നും ഒഴിവാക്കാതെ, അവന്റെ മറ്റുള്ള വൻപാപങ്ങളൊന്നും ഉപേക്ഷിക്കാതെ, നോമ്പിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കാതെ, സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കാതെ, ഇങ്ങനെ നോമ്പ് വന്ന് കഴിഞ്ഞു പോയി, റമദാന് കഴിഞ്ഞു, പെരുന്നാളായി, ഈ രൂപത്തിൽ അതിനെ കണക്കാക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മിമ്പർ ഇങ്ങനെ കയറാം. ഇതിനിപ്പോ 2 സ്റ്റെപ്പേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന് 3 സ്റ്റെപ്പാണ്, 3 സ്റ്റെപ്പുകളാണ്. ഓരോ സ്റ്റെപ്പിൽ കാല് വെക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ ആമീൻ ആമീൻ. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴാണ് ആമീൻ പറയാം? പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥന സ്വീകരിക്കണമേ. ആമീന്റെ അർത്ഥം എന്താ? പ്രാർത്ഥന സ്വീകരിക്കണമേ. അപ്പൊ ഇവിടെയാണ് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. സഹാബത്ത് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ എന്തിനാണ് ആമീൻ പറഞ്ഞു? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ത്, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്നിട്ട് 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, ആ പ്രാർത്ഥനകൾക്ക് എന്നോട് ആമീൻ പറയാനും ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ചു. 3 കാര്യങ്ങൾ പറയാം. അതിലൊരു കാര്യം എന്താ? ഈ 3 എണ്ണത്തിൽ ഒരു വിഷയം, നമ്മൾ വിഷയ ബന്ധപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർക്കാണോ റമദാൻ വന്നെത്തി കിട്ടുകയും റമദാൻ അവനിലൂടെ കടന്നു പോവുകയും എന്നിട്ട് അവന്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാത്തതായി ആരാണുള്ളത്, അവൻ നിന്ദ്യനാകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യത ഇത്രയും എളുപ്പമായി എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചു കൊടുത്തിട്ടും എന്നിട്ടും അവന്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നിന്ദ്യനായിട്ട് റഗിമ അൻ ഫുറജുലിൻ, അങ്ങനെ ഒരു വ്യക്തിയുടെ മുഖം നിലത്തു കുത്തട്ടെ, അവൻ നിന്ദ്യനായി തീരട്ടെ, തൊരഞ്ഞു പോകട്ടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? ആമീൻ പറയാം. എന്താ റമദാനിലുള്ള എളുപ്പം? റമദാനിൽ ശൈത്താൻമാരെന്ത് ചെയ്യും? ചങ്ങലക്കിടപ്പെടും. സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെടും. വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, നന്മയെ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നിട്ട് വാ, തിന്മയെ ഉദ്ദേശിക്കുന്നവനെ നീ പുറകോട്ട് പോകും. എന്നുവെച്ചാൽ പ്രാപഞ്ചികമായിട്ട് പോലും എന്ത് ചെയ്യുന്നുണ്ട്? റബ്ബ് ഒരുപാട് എളുപ്പങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു, നമ്മളെ ഹറാമിലേക്ക് വലിച്ചുകൊണ്ടുവന്ന ഏറ്റവും ഒന്നാമത്തെ ശത്രു ആരാ? ശൈത്താൻ. ആ ശൈത്താൻ അവിടെ ചങ്ങലിക്കിടപ്പെടുകയാണ്. പിന്നെ നമ്മളെ ഹറാമിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല, നമ്മുടെ നെഫ്സ് മാത്രമേ ഉള്ളൂ. ആരും ഇല്ലാതെ നമ്മുടെ നെഫ്സ് മാത്രമാകുമ്പോൾ നമുക്ക് നമ്മുടെ നെഫ്സിനെ കൺട്രോൾ ചെയ്യാനും ഹറാമെന്ന് ഒഴിവാക്കി നിർത്താനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ശൈത്താനും കൂടെ വന്നാൽ പറ്റുമോ? സാധിക്കുമോ? സാധാരണഗതി നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ നമ്മുടെ നെഫ്സുണ്ട്, അതിന്റെ കൂടെ ആരുണ്ട്? ശൈത്താനുണ്ട്. ഈ റമദാനിൽ ശൈത്താന്മാരെ ചങ്ങലിക്കിടപ്പെടുന്നത് കൊണ്ട് അവിടെ നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ നെഫ്സ് മാത്രമേ ഉള്ളൂ.
ഈ നഫ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിൽ നമുക്ക് ഈ നഫ്സിനെ തിന്മയിൽ നിന്ന് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു കാലത്തും നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? തിന്മയിൽ നിന്ന് പിടിച്ചു വെക്കാൻ സാധിക്കില്ല. റമളാനിൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാലത്തും പറ്റില്ല. അത്രയും റബ്ബ് സുബ്ഹാനഹു റമളാനിൽ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഇനി അവസാനത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, റമളാൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, റമളാന് ശേഷം ഈ റമളാനിൽ നമുക്ക് കിട്ടിയ ഈമാനികമായിട്ടുള്ള ഊർജം, ആ കരുത്ത്, അത് നമ്മൾക്ക് റമളാന് ശേഷമുള്ള ഈ ഒട്ടകം എന്ത് ചെയ്യും? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് അറിയുന്നവർക്കറിയാം. അത് വലിയൊരു യാത്ര പോകുമ്പോൾ ഇടയ്ക്കൊരു വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നേക്ക് ഒരു 2 മാസം വരെ 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് വേണ്ട വെള്ളം മുഴുവൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് അത് കുടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഒട്ടകത്തിന്റെ പൂഞ്ഞയായിട്ട് മാറാൻ. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ 2 ആഴ്ച 3 ആഴ്ച വെള്ളം തീരെ കിട്ടിയിട്ട് ഒരു പ്രശ്നമില്ല, അതങ്ങനെ പോയിക്കോളും. നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച് ഈ വെള്ളത്തിന്റെ ബലത്തിൽ. ഇതേപോലെ നമുക്ക് വേണ്ട വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ് ഈ റമളാൻ. ഈമാനികമായിട്ടുള്ള ചാർജ്, കരുത്ത് സംഭരിക്കാനുള്ള സന്ദർഭമാണ് റമളാൻ. അത് സംഭരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ റമളാന് ശേഷം ആകെ തളർന്നു പോകും, ദുർബലനാവും. ഈമാനികമായി നമുക്ക് ഒരു കരുത്തും ഉണ്ടാവില്ല. ഹറാമുകൾ നമ്മൾ എന്ത് ചെയ്യും? യഥേഷ്ടം വീണുപോകും. ഈ ഒരു കരുത്ത് നമ്മൾ എന്ത് ചെയ്യണം? റമളാനിൽ നേടിയെടുക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവസാനത്തെ കാര്യം, റമളാനിൽ എങ്ങനെയാണോ ഞാൻ ഉണ്ടായിരുന്നത് അതേപോലെ അതിന്റെ പരമാവധി അതുപോലെ തന്നെ മാക്സിമം ഞാൻ റമളാന് ശേഷവും ആകാൻ ശ്രദ്ധിക്കും എന്നുള്ള നിയ്യത്ത് നമുക്ക് വേണം. റമളാൻ നമ്മൾ രാത്രി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി നിസ്കരിച്ച് നമുക്ക് രാത്രി നിസ്കാരം ശീലമായിട്ട് മാറും. അവസാനമാകുമ്പോഴേക്കും നമുക്ക് നിസ്കരിക്കുന്ന യാതൊരു പ്രയാസം ഉണ്ടാക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരും. ഈ ഒരു പ്രയാസമില്ലാത്ത അവസ്ഥയിലായിട്ട് പിന്നെ നമ്മൾ നിസ്കരിക്കാതിരിക്കുന്ന എത്ര വളരെ മോശത്തരാണ്. പ്രയാസമാകുമ്പോൾ നിസ്കരിക്കാതിരിക്കുന്നത് വേറൊരു വിഷയം. നമുക്കൊരു പ്രയാസം, നമുക്ക് ചൊവ്വാര 1-നും 2-നും രാത്രി നിസ്കരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടില്ല. മടി വരും, അത് സ്വാഭാവികമാണ്. ശാരീരികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും അവിടെ അനുഭവപ്പെടൂല. നമ്മൾ അതുവരെ സംഭരിച്ച ആ ശക്തി അത് ചോർന്നു പോകാതെ നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ കരുതേണ്ടത്, റമളാന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ ഞാൻ നേടിയെടുത്ത ഈ ഊർജം, കരുത്ത്, ഇത് ഞാൻ ഇങ്ങനെ തന്നെ പരമാവധി എന്ത് ചെയ്യും? നിലനിർത്താൻ ശ്രമിക്കും. ഇതുവരെ ഞാൻ നേടിയെടുത്ത ഈ കരുത്ത് പരമാവധി അങ്ങനെ തന്നെ ഞാൻ നിലനിർത്താൻ ശ്രദ്ധിക്കും. അത് രാത്രി നിസ്കാരം മാത്രമല്ല, സുന്നത്ത് നിസ്കാരങ്ങൾ, റമളാനിൽ കൊടുക്കുന്ന സ്വതക്കകൾ, റമളാൻ നമ്മൾ നാവിനെ സൂക്ഷിക്കുന്നത്, കണ്ണിനെ സൂക്ഷിക്കുന്നത്, മറ്റ് അവയവങ്ങളെ സൂക്ഷിക്കുന്നത്, ഇതൊക്കെ ഈ സൂക്ഷ്മതയൊക്കെയും റമളാന് ശേഷം അങ്ങനെ തന്നെ നിലനിർത്തുക, അങ്ങനെ തന്നെ തുടർത്തുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. ഈ ഒരു ആഗ്രഹം, ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ചുരുക്കി പറയും പല വിഷയങ്ങളുണ്ട്, സമയം ആയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ വരുന്ന റമളാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും സഹായിക്കുകയും അതിനുവേണ്ട മുൻകരുതലുകൾ അത് ഏറ്റവും കൃത്യമായ രൂപത്തിൽ സ്വീകരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ വിഷയം, അതിന് ഏറ്റവും അവസാനം പറയാനുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സബബുകൾ മാത്രമാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സബബുകൾ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. അവന്റെ സഹായം ഉണ്ടെങ്കിലേ എന്തൊരു കാര്യം നമുക്ക് എളുപ്പമാവും. അവൻ സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് കുറെ ഈ കാര്യങ്ങൾ നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇത് പ്രാവർത്തികമാക്കാൻ നമ്മൾ കരുതുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ആ ശാരീരികമായിട്ട് നല്ല ആരോഗ്യം ഉണ്ടാവും. ഇങ്ങനെ മറ്റ് ദുനിയവിയായിട്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കും മറ്റു തടസ്സങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഫലത്തിൽ നമ്മൾ റിസൾട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. റബ്ബ് എളുപ്പമാക്കിയാലേ നമുക്ക് എന്താവുള്ളൂ? അത് എളുപ്പമാവുള്ളൂ. റബ്ബ് എളുപ്പമാക്കിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം എന്താവൂല? എളുപ്പമാവൂല. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾക്ക് റബ്ബ് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് റമളാനിൽ നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് മുന്നേറാൻ സാധിക്കുക എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടെ, യാഥാർത്ഥ്യ ബോധ്യത്തോടുകൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ റബ്ബിനോട് അങ്ങേയറ്റം ദുആ ചെയ്യുക. റബ്ബേ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കുക, ഞങ്ങളിലേക്ക് എത്തിക്കണമേ
ആ റമദാനിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി, ഇനിയിപ്പോ സുജൂദിലാണെങ്കിൽ സുജൂദിൽ കടന്ന് കണ്ണുകൾ നിറഞ്ഞ് റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. റബ്ബിന്റെ സഹായം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കൂല എന്ന ഉറച്ച ബോധ്യം നമുക്ക് വേണം. റബ്ബ് സഹായിച്ചാലേ പറ്റുള്ളൂ എന്ന കൃത്യമായ ബോധ്യം. നമ്മൾ നമ്മളിൽ ആശ്രയിക്കണ്ട. എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ട്, എനിക്ക് ആ സൗകര്യമുണ്ട്, എനിക്ക് ഇങ്ങനെ, ഞാൻ ചെറുപ്പമാണ്, ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, ഇതെനിക്ക് പാലിക്കാൻ സാധിക്കും, എനിക്ക് ഇന്ന ഈ കാര്യമുണ്ട്, ഇതിലേക്കൊന്നും നമ്മൾ, ഇതൊക്കെ സബബുകൾ മാത്രം. ഇതിലേക്കൊന്നും നമ്മൾ ആശ്രയിക്കണ്ട. നമ്മുടെ ആശ്രയം പൂർണ്ണമായും റബ്ബിൽ ഏൽപ്പിക്കുക, അവനിൽ ബലമേൽപ്പിക്കുക. അവന്റെ സഹായം ഇല്ലാതെ നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. റബ്ബിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും ഈ റമദാൻ അത് ഏറ്റവും വലിയ പദവികളിലേക്ക് നമ്മൾ എത്തിക്കുവാനും നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുവാനും ഒക്കെ കാരണമാക്കി തീർക്കുകയും ഈ റമദാനിലൂടെ കരസ്ഥമാക്കുന്ന കരുത്തുറ്റ ഈമാൻ അത് നമ്മുടെ ഭാവി ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിനിത്തരം സംസാരങ്ങൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.